Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബേസിക് ഇലക്ട്രോണിക്സിന്റെ മൊഡ്യൂൾ 6 റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊഡ്യൂൾ 6 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ മൊഡ്യൂൾ 6 ൽ വരുന്ന സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് നമുക്ക് വരുന്ന മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. അപ്പോൾ എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ടെലിഗ്രാഫി ടു 5G വരുന്നുണ്ട്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് AM ആൻഡ് FM, അതുപോലെ തന്നെ ഫ്രീക്വൻസി ബാൻഡ്സ് യൂസ്ഡ് ഫോർ വേരിയസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വരുന്നുണ്ട്. അതുപോലെ സൂപ്പർ ഹെട്രോഡൈൻ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ആന്റിന, പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന അതിന്റെ റേഡിയേഷൻസ് വരുന്നുണ്ട്, ദെൻ പാരാബോളിക് റിഫ്ലക്ടർ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട് അതിൽ തന്നെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, GSM ന്റെ പ്രിൻസിപ്പിളും ബ്ലോക്ക് ഡയഗ്രാം, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മൊഡ്യൂൾ 6 ൽ വരുന്ന സിലബസ്. ഓക്കെ, അപ്പൊ പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. 4 മാർക്ക് വെച്ചിട്ടുള്ളതാണ് വരുന്നത്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് തന്നെ വേണം. 4 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, അപ്പൊ ഇതൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും അതുപോലെ തന്നെ ഫ്രീക്വൻസി മോഡുലേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ആ ഒരു അക്കോർഡിംഗ് ഡേറ്റയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ആംപ്ലിറ്റ്യൂഡ് വേരി ആകുന്നുവെങ്കിൽ നമുക്ക് അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയാം. എന്നാൽ ഒരു കരിയർ വേവിന്റെ ഫ്രീക്വൻസി ആണ് വേരി ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് ഫ്രീക്വൻസി ആണ് വേരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയാം. ഓക്കെ, in amplitude modulation ഫ്രീക്വൻസിയും ഫേസും നമുക്ക് സെയിം ആയിരിക്കും. എന്നാൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡും ഫേസും ആയിരിക്കും നമുക്ക് സെയിം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് 0 to 1 ആയിരിക്കും വേരി ആകുന്നത്. എന്നാൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരുന്നത് ഫ്രീക്വൻസി മോഡുലേഷനിൽ. ഓക്കെ, അതുപോലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമുക്ക് 2 സൈഡ് ബാൻഡ് ആണ്, എന്നാൽ ഫ്രീക്വൻസിയിൽ നമുക്ക് മൾട്ടിപ്പിൾ സൈഡ് ബാൻഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ ഫ്രീക്വൻസി മോഡുലേഷൻ നമുക്കൊരു ക്ലിയർ സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ FM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിലൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഫ്രീക്വൻസി മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന ഒരു കമ്പാരിസൺ ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും. ഫ്രീക്വൻസി ആൻഡ് ഫേസ് സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് ആംപ്ലിറ്റ്യൂഡും ഫേസും ആയിരിക്കും നമുക്ക് സെയിം ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 to 1 ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരുന്നത്. ഒരു 2 സൈഡ് ബാൻഡ് ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ട്. ഇതൊരു സിമ്പിൾ സർക്യൂട്ട് ആണ്. എന്നാൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സർക്യൂട്ട് ആണ്. അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ വേവ് ആയിരിക്കും നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്, അല്ലെ ആ ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ വേവ് ആയിരിക്കും വേരി ആയിരുന്നാൽ ഈ മോഡിഫൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി, ആ ഒരു കരിയർ വേവിന്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് ഇവിടെ വേരിയേഷൻ വരുന്നതിൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ. ഓക്കെ, ദെൻ AM എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലോ ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ, അതായത് AM റിസീവ്ഡ് സിഗ്നൽ നമുക്ക് ലോ ക്വാളിറ്റി ആയിരിക്കും. ഇവിടെ നമുക്ക് ഹൈ ക്വാളിറ്റി സിഗ്നൽസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 535 to 1705 kHz ആയിരിക്കും വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് മെഗാ ഹെർട്സ് റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു മീഡിയം ഫ്രീക്വൻസി ടു ഹൈ ഫ്രീക്വൻസിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് വെരി ഹൈ ഫ്രീക്വൻസിയിലാണ് ഈ ഫ്രീക്വൻസി മോഡുലേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പൂർ ആയിരിക്കും, എന്നാൽ ഇവിടെ ബെറ്റർ സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. ഇതാണ് നമുക്ക് മെയിൻ കമ്പാരിസൺ ബിറ്റ്വീൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, write the frequency range and typical application of VHF and UHF frequency bands. അപ്പോൾ പാർട്ട് എയിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് 4 മാർക്കിനാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ VHF എന്താണ്, അതുപോലെ തന്നെ UHF എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസും ഫ്രീക്വൻസി റേഞ്ചും ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് VHF എന്താണെന്ന് നോക്കാം. വെരി ഹൈ ഫ്രീക്വൻസി കോമൺലി യൂസ്ഡ് ഫോർ FM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ തന്നെ 2-way ലാൻഡ് മൊബൈൽ റേഡിയോ സിസ്റ്റംസ്, അതുപോലെ ലോങ് റേഞ്ച് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മറൈൻ കമ്മ്യൂണിക്കേഷൻസ്. ഈ പറയുന്നതൊക്കെയാണ് മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ദ വെരി ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിന്റെ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് 30 മെഗാഹെർട്സ് 30 മെഗാഹെർട്സ് ടു 300 മെഗാഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്താണ് VHF wave must not exceed the local radio horizons of 100 miles. അപ്പൊ നമുക്ക് ആ ഒരു 100 മൈൽസിന് എക്സീഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത് VHF എന്ന് പറയുന്നത്. ഓക്കെ, these frequencies are less likely to be interrupted by atmospheric noises. അപ്പൊ അറ്റ്മോസ്ഫിയറിക് നോയ്സസിന്റെ ആ ഒരു ഇന്റർഫറൻസിൽ ഒക്കർ ആവില്ല. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു വേവ് ഫോമിൽ പ്രശ്നം വരില്ല. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇന്റർഫറൻസ് ഉണ്ടെങ്കിൽ ഒന്നും ഈ ഒരു VHF-നെ അത് പെട്ടെന്ന് കാര്യമായിട്ട് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ VHF എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസിനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, there are different bands within VHF frequency. VHF frequency നമുക്ക് ഒരുപാട് ബാൻഡുകൾ വരുന്നുണ്ട്. ലോ ബാൻഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈ ബാൻഡ് വരുന്നുണ്ട്. ഓക്കെ, ലോ ബാൻഡ് VHF-ന്റെ റേഞ്ച് എന്ന് പറയുന്നത് 49 മെഗാഹെർട്സ് ഇൻക്ലൂഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ട്രാൻസ്മിഷൻ ഓഫ് വയർലെസ് മൈക്രോഫോൺസ്, അതുപോലെ കോർഡ്ലെസ് ഫോൺസ്, റേഡിയോ കൺട്രോൾഡ് ടോയ്സ്, അതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന VHF ലോ ബാൻഡ് VHF റേഞ്ചിൽ. ഓക്കെ, 49 മെഗാഹെർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൈറ്റ്ലി ഹയർ VHF റേഞ്ച് എന്ന് പറയുന്നത് 54 to 72 മെഗാഹെർട്സ് ഓപ്പറേറ്റ്സ് ആണ്. അത് ടെലിവിഷൻ ചാനൽസിലൊക്കെ 2 to 4 ടെലിവിഷൻ ചാനൽസിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് സിസ്റ്റംസിൽ, അതായത് അസിസ്റ്റീവ് ലിസണിംഗ് എന്ന് പറഞ്ഞ ഒരു വയർലെസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് VHF ഫ്രീക്വൻസി ഒരു 76 മുതൽ 88 മെഗാഹെർട്സ് ആണെങ്കിൽ അത് ചാനൽ 5 അല്ലെങ്കിൽ 6 ചാനൽ വരെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് ലോ ബാൻഡിന്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 88 to 108 മെഗാഹെർട്സ് ആണ്. അത് കൊമേഴ്ഷ്യലി FM റേഡിയോ ബ്രോഡ്കാസ്റ്റ് വേണ്ടിയിട്ട് ആ ഒരു ബാൻഡിലാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലോ ബാൻഡും ഉണ്ട്, അതുപോലെ ഹൈ ബാൻഡും ഉണ്ട്. ലോ ബാൻഡിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മളിവിടെ നോക്കിയത്. അതായത് ഓരോ ഫ്രീക്വൻസി റേഞ്ചിനനുസരിച്ചിട്ടാണ് ഡിഫറെന്റ് ഓപ്പറേഷൻസ് വരുന്നത്. ഓക്കെ, അടുത്തത് ഹൈ ബാൻഡ് VHF എന്ന് പറയുന്നത് 174 മുതൽ 216 മെഗാഹെർട്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് 174 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ VHF ടെലിവിഷൻ ചാനൽസ് 7 to 13 യൂസ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഹൈ ക്വാളിറ്റി ഓഡിയോ പോസിബിൾ ആണ്. അതുപോലെ തന്നെ സ്മോളർ ആന്റിന സൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അതായത് 14 ഇഞ്ചസ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആ ഒരു സ്മോളർ ആന്റിന നമുക്ക് അതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ സെയിം 50 മില്ലിവാട്ട് പവർ റെസ്ട്രിക്ഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ഹൈ ബാൻഡിൽ വരുന്ന VHF-ൽ വരുന്നതാണ്. Low band VHF frequencies are far more likely to inoccur interferences than high band frequencies. അപ്പോൾ low band frequencies എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഇന്റർഫറൻസ് ആണ്. അതായത് ഹൈ ബാൻഡിനേക്കാൾ കൂടുതൽ ഇന്റർഫറൻസ് ഒക്കെ ആവുന്നത് VHF ലോ ബാൻഡ് VHF-ലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് UHF-നെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, UHF എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്രാ ഹൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ UHF റേഡിയോ വേവ്സ് ആർ മച്ച് ഷോർട്ടർ ഇൻ വേവ് ലെങ്ത് VHF. അപ്പൊ ഷോർട്ടർ വേവ് ലെങ്ത് ആണ് വരുന്നത് ദാൻ VHF-നാണ്. മെഷറിംഗ് അറൌണ്ട് 12 to 24 ഇഞ്ചസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് ആന്റിനയുടെ ലെങ്ത് റെഡ്യൂസ് ആകും. അതുപോലെ തന്നെ റേഡിയോ റേഞ്ച് നമുക്ക് റെഡ്യൂസ് ആവുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ആ ഒരു മെഷറിംഗ് അറൌണ്ട് 12 to 24 ഇഞ്ചസ് ആയിട്ട് റെഡ്യൂസ് ആവുകയാണ്. അതുപോലെ തന്നെ എനിത്തിങ് ഫ്രം എ ബിൽഡിംഗ് ടു ഹ്യൂമൻ ബോഡി ക്യാൻ ഇന്റർഫിയർ വിത്ത് UHF ട്രാൻസ്മിഷൻസ്. ആ ഒരു UHF ട്രാൻസ്മിഷനിൽ ബിൽഡിംഗിൽ നിന്നും ഹ്യൂമൻ ബോഡിയിലേക്ക് വരുന്ന എന്തെങ്കിലും ഒരു ഇന്റർഫിയർ അതൊക്കെ നമുക്ക് ഇതിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഡ്രോപ്പ് ഔട്ട്സ്, അതുപോലെ ഇന്റർഫറൻസ് ആർ ഫാർ മോർ ലൈക്ലി ബട്ട് ഗ്രേറ്റർ ബാൻഡ്വിഡ്ത്ത് ഓക്യുപ്പേഷൻ ആണ് നമുക്ക് ഇവിടെ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, as a result you may find a wider frequency ranges as well as wider range of audio signal. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി റേഞ്ച് ഇവിടെ വളരെ ഹൈ ആണ്, അതുപോലെ തന്നെ ഓഡിയോ സിഗ്നലിന്റെ റേഞ്ചും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ 250 മില്ലിവാട്ട് ഓഫ് പവർ ആണ് ഇവിടെ അലൗഡ് ആയിരിക്കുന്നത്. എക്സീഡിംഗ് 50 മില്ലിവാട്ട് പവർ എന്ന് പറയുന്നത് റിസ്ട്രിക്ഷൻ അപ്ലൈ ടു VHF. VHF-ൽ നമ്മൾ പറഞ്ഞു 50 മില്ലിവാട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ലോ ബാൻഡും ഹൈ ബാൻഡും വരുന്നുണ്ട്. അപ്പൊ ലോ ബാൻഡ് UHF എന്ന് പറയുന്നത് ഓവർലാപ്പ് വിത്ത് ഹൈ ബാൻഡ് UHF ആണ്. അത് 450 to 536 മെഗാഹെർട്സ് ആൻഡ് ഹൈ എന്ന് പറയുന്നത് 470 to 806 മെഗാഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ, ബിസിനസ് സർവീസസ് അതുപോലെ തന്നെ UHF ടെലിവിഷൻ ചാനൽസ് 14 through 69 ഓപ്പറേറ്റ് യൂസിംഗ് ദീസ് ഫ്രീക്വൻസീസ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 14 അതായത് 69 ഓപ്പറേറ്റ് നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ ഹൈ ബാൻഡ് UHF എന്ന് പറയുന്നത് അതായത് 900 മെഗാഹെർട്സിന് എബോവ് ഉള്ളതാണ് ഹൈ ബാൻഡ് UHF എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഡിസ്റ്റർബൻസ് ആണ് വരുന്നത്. അവിടെ നമുക്ക് ഡിസ്റ്റർബൻസ് വളരെ ലീസ്റ്റ് എമൗണ്ട് ആണ്. അതുപോലെ തന്നെ ആന്റിന മെഷർ ചെയ്യുന്നത് 3 to 4 ഇഞ്ചസിലാണ് നമ്മൾ ആന്റിനയുടെ സൈസ് ലെങ്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, these channels operate studio to transmitter link as well as the primary users and additional channels. ഓക്കെ, ഈ ചാനൽസ് എന്ന് പറയുന്നത് സ്റ്റുഡിയോ ടു ട്രാൻസ്മിറ്റർ ലിങ്ക് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പ്രൈമറി യൂസേഴ്സും അഡീഷണൽ ചാനലായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ UHF റേഡിയോ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് മെയിനി ഫാക്സ്, അതായത് എവിടെയൊക്കെയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. GPS, വൈഫൈ, ബ്ലൂടൂത്ത്, വോക്കി ടോക്കീസ്,
കോഡ്ലെസ് ഫോൺസ്, അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ UHF റേഡിയോ സിഗ്നൽസിൽ വരുന്നത്. ഓക്കെ, ഒരു ലാർജ് അഡ്വാൻറ്റേജ് ഓഫ് UHF ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഷോർട്ട് വേവ് ലെങ്ത് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഹൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷോർട്ട് വേവ് ലെങ്ത് ആണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, the size of radio wave relates directly to the length of transmission. അപ്പോൾ ആ ഒരു റേഡിയോ വേവിന്റെ സൈസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ട്രാൻസ്മിഷന്റെ ലെങ്ത്തിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റിന, റിസപ്ഷൻ ആന്റിനയും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ UHF ആന്റിന എന്ന് പറയുന്നത് വളരെ ഷോർട്ടും വൈഡുമാണ് വരുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു UHF-ന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് VHF-നേക്കാൾ കുറവായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ മോർ വർക്ക് ടു ക്രിയേറ്റ് UHF കോമ്പാറ്റബിൾ ഡിവൈസസ് ബേസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ഹൈ ഫ്രീക്വൻസി. ഓക്കെ, ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ സിഗ്നൽസ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ലാർജ്ലി റിലേറ്റഡ് ടു ദ നീഡ് ഫോർ ആന്റിന, അതുപോലെ കേബിൾ, അതർ അഡീഷണൽ എക്യുപ്മെന്റിനൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കോസ്റ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു VHF-ഉം UHF-ഉം തമ്മിലുള്ള ഒരു കമ്പാരിസണും അതിന്റെ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചും നോക്കാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ റിലവൻസ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഇൻ എ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. അപ്പൊ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ പാർട്ട് ബി, അതായത് മൊഡ്യൂൾ 6-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ റെലവൻസ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. അത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? Fi is equal to F0 minus Fc ആണ്. ഓക്കെ, the constant frequency at its output is gained by capacitance tuning. അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ഫ്രീക്വൻസിയാണ് നമ്മൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പറയുന്നത്. അതെന്ന് പറയുന്നത് അതിന്റെ കപ്പാസിറ്റൻസ് ട്യൂണിംഗ് വഴിയായിട്ടാണ് നമുക്ക് ആ ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. In capacitance tuning, several capacitors are arranged together and operated by a controlling knob. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റൻസ് ട്യൂണിംഗ് എങ്ങനെ നടക്കുന്നത്? നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ടുഗദർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിനെ ഒരു നോബ് വഴിയാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. It doesn't matter what is the incoming frequency, the RF amplifier and the local oscillator must be tuned to it. അപ്പോൾ അതിൽ ഏത് ഫ്രീക്വൻസി ആണോ വരുന്നതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു RF ആംപ്ലിഫയറും അതുപോലെ തന്നെ ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് അതിലേക്ക് ട്യൂൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. RF ആംപ്ലിഫയറും അതുപോലെ തന്നെ ലോക്കൽ ഓസിലേറ്ററും ഇൻകമിംഗ് സിഗ്നലിലേക്കാണ് ട്യൂൺ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മിക്സറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതാണ് നമ്മുടെ IF ആംപ്ലിഫയർ. This section basically amplify the output of the mixer. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിന്റെ മിക്സറിൽ എന്താണ്? നമുക്ക് ലോവർ ഫ്രീക്വൻസി ആണ് വരുന്നത്, അതിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത് ഈ ഒരു IF ആംപ്ലിഫയർ എന്ന് പറയുന്നത്. The IF amplifier provides sensitivity or gain and selectivity bandwidth to the receiver. അപ്പോൾ ഈ പറയുന്ന IF ആംപ്ലിഫയർ ആണ് ഒരു സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ സെലക്ടിവിറ്റി എന്ന് പറയുന്നതൊക്കെ റിസീവറിലേക്ക് കൊടുക്കുന്നത്. As it consists of several transformers consisting of a part of the tuned circuit. അപ്പോൾ ട്യൂൺഡ് സർക്യൂട്ടിന്റെ പാർട്ടായിട്ട് കുറേ ട്രാൻസ്ഫോമേഴ്സ് ഈ പറയുന്നതിൽ IF ആംപ്ലിഫയറിൽ നമുക്കുണ്ട്. Here the sensitivity and the selectivity are uniform and it does not show variation as in case of TRF receivers because IF amplifiers characteristics are independent of that of the received signal frequency as it works on the intermediate frequency. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ TRF-ൽ ഒരു ഡ്രോബാക്ക് വരുന്നുണ്ട് എന്ന് അല്ലെ. ആ ഒരു ഡ്രോബാക്കിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന IF ആംപ്ലിഫയേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിസീവ്ഡ് സിഗ്നൽ ഫ്രീക്വൻസിന് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ആ പറയുന്ന റിസീവ്ഡ് ഫ്രീക്വൻസി എന്താണെങ്കിൽ തന്നെ ഈ IF ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഡിപെൻഡ് ഓൺ ദാറ്റ് ഫ്രീക്വൻസി. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന IF ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിസീവ്ഡ് ഫ്രീക്വൻസിനെയും സിഗ്നൽ ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫ്രീക്വൻസിയിലാണ് ഈ പറയുന്ന IF ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സെലക്ടിവിറ്റി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന TRF-ൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇതിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഇമേജ് ഫ്രീക്വൻസി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ദ സിഗ്നൽ വിച്ച് കോസസ് ഇന്റർഫറൻസ് അല്ലെ, ഇന്റർഫറൻസിന് കാരണമാകുന്ന സിഗ്നൽ എന്താണോ അതാണ് ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇമേജ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. FSI is equal to FS plus 2FIF ആണ്. ഓക്കെ, അപ്പൊ FS എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിയർ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂൺഡ് സ്റ്റേഷൻ. ആ ഒരു ട്യൂൺഡ് സ്റ്റേഷന്റെ കാരിയർ ഫ്രീക്വൻസി ആണ് FS എന്ന് പറയുന്നത്. FSI എന്ന് പറയുന്നത് ഇമേജ് ഫ്രീക്വൻസി ആണ്. IF is the intermediate frequency. So the relation between the image frequency and the intermediate frequency is FSI is equal to FS plus 2IF എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ നീഡ് ഫോർ മോഡുലേഷൻ. മോഡുലേഷന്റെ ആവശ്യം എന്താണ്? അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പാർട്ട് എയിൽ ആയതുകൊണ്ട് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത്യാവശ്യം
ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം, എന്നാലേ നമുക്ക് ഒരു 4 മാർക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ അല്ലേ. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. Modulation is the process of changing the parameters of the carrier signal in accordance with the instantaneous value of the modulating signal. അപ്പോൾ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കാരിയർ സിഗ്നൽ, ദാറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഈ കാരിയർ സിഗ്നലിന്റെ പാരാമീറ്റേഴ്സ് നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ നമ്മളുടെ മെസ്സേജിങ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഓക്കെ, സോ വാട്ട് ഈസ് ദ നീഡ് ഫോർ മോഡുലേഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് മോഡുലേഷൻ നമ്മൾ നടത്തുന്നത്? ബേസ്ബാൻഡ് സിഗ്നൽസ് ആർ ഇൻകോമ്പാക്റ്റബിൾ ഫോർ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ. അപ്പോൾ ബേസ്ബാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ട്രാൻസ്മിഷന് ചിലപ്പോൾ കോമ്പാക്റ്റബിൾ ആയിരിക്കണം എന്നില്ല. For such a signal to travel a long distance, its strength has to be increased by modulating with a high frequency carrier wave, which doesn't affect the parameters of the modulating signal. അപ്പോൾ അങ്ങനെ ഒരു ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള കാരിയർ വേവ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാരിയർ വേവ് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ഒറിജിനൽ സിഗ്നലിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒറിജിനൽ വേവിന്റെ പാരാമീറ്റേഴ്സിനെ ഒന്നും തന്നെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ അതിന്റെ സ്ട്രെങ്ത്തിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇറ്റ് റെഡ്യൂസസ് ദ ഹൈറ്റ് ഓഫ് ദ ആന്റിന യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ആന്റിനാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഹൈറ്റിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് വഴി, മോഡുലേഷൻ പ്രോസസ്സ് കാരണം. ഇറ്റ് ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ റേഞ്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. യൂസിങ് മോഡുലേഷൻ അവോയ്ഡ് ദ മിക്സിംഗ് ഓഫ് ദ സിഗ്നൽ. സിഗ്നൽ മിക്സിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. മോഡുലേഷൻ മേക്സ് മൾട്ടിപ്ലക്സിംഗ് ഓഫ് ദ സിഗ്നൽ പോസിബിൾ. സിഗ്നൽ പോസിബിൾ ആയിട്ടുള്ള സിഗ്നലുകളൊക്കെ മൾട്ടിപ്ലക്സ് ചെയ്യാനായിട്ട് നമുക്ക് മോഡുലേഷനിലായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊരു മോഡുലേഷന്റെ ആവശ്യം എന്താന്നുള്ളത് മനസ്സിലാക്കി തരുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൽസ് ഇൻ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിലെ സെൽ എന്നതിന്റെ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട്. സെൽസും പിന്നെ ഫ്രീക്വൻസി റീയൂസ് എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് സെൽ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് ആദ്യം സെൽ എന്ന് നോക്കാം. In cellular system, the geographical area under consideration is divided into number of cells. Okay, അപ്പോൾ നമുക്ക് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമുക്ക് ആ ഒരു സെല്ലുലാർ സിസ്റ്റത്തിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിൽ ഓരോ ഏരിയയിലും അതായത് ആ ഒരു ഏരിയനെ കുറേ സെൽസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമ്മുടെ അവിടെ ഉള്ള ആ ഒരു പർട്ടിക്കുലർ ഏരിയനെ നമ്മൾ കുറേ സെല്ലുകളായിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ഒരു ഫിഗറിൽ ഈ പറയുന്ന ഈ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഈ പറയുന്ന ഓരോന്നും ഓരോ സെല്ലായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, A1, A6, A7, B6, B7, B1, B2 അങ്ങനെ നമ്പർ ഓഫ് സെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് സെൽസ് ആർ ഹെക്സഗണൽ ഇൻ ഷേപ്പ്. അപ്പോൾ ഈ എല്ലാ സെല്ലുകളും ഇതിലുണ്ടാകുന്ന എല്ലാ സെല്ലുകളും ഹെക്സഗണൽ ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ they are organized into clusters with most cellular system using 7 cell clusters. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്ലസ്റ്റർ ആയിട്ടാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സെല്ലുലാർ സിസ്റ്റത്തിൽ നമ്മൾ 7 ക്ലസ്റ്റേഴ്സ് ആണ് മോസ്റ്റ്ലി ഒരു സെല്ലുലാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കൊരു ഹെക്സഗണൽ ഷേപ്പിലായിരിക്കും സെൽ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കൊരു ഹൺഡ്രഡ്സ് ഓഫ് ചാനൽസ് അവൈലബിൾ ആണെങ്കിൽ കൂടെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ടോട്ടൽ സിസ്റ്റം കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൽ ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഫ്രീക്വൻസി നമ്മൾ ഓരോ സെല്ലിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫ്യൂ തൗസൻഡ്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സിസ്റ്റത്തിൽ, അല്ലെ? ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഞാൻ ഇതൊരു പർട്ടിക്കുലർ ഏരിയ ആണെന്ന്, ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് കൺസിഡർ ചെയ്യൂ കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ചാനൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് ചാനൽസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓരോ സെല്ലിനും ഞാൻ ഓരോ ഫ്രീക്വൻസിയാണ് അസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് എത്ര സെൽസ് ഉണ്ടോ, എത്ര ഫ്രീക്വൻസിയാണ് അലോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും യൂസേഴ്സിനെ മാത്രമേ എനിക്ക് ഈ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഓഫ് യൂസേഴ്സിനെ മാത്രമായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. എന്താണ്?
ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ജോഗ്രഫിക്കൽ ഏരിയ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സെല്ല് ഉണ്ട് കൺസിഡർ ചെയ്യാം. സെൽസ് ആർ കണക്റ്റഡ് ആണല്ലോ, ഓരോ സെല്ലുകളും തമ്മിൽ കണക്റ്റഡ് ആണ്, ഹെക്സഗണൽ ഷേപ്പുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സെല്ലിന് ഒരു ഫ്രീക്വൻസി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഫ്രീക്വൻസി എനിക്ക് ഇവിടെയുള്ള സെല്ലിനും അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെയിം ഫ്രീക്വൻസി തന്നെ എനിക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെൽസിനായിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. അങ്ങനെ റീയൂസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് കാരണം നമുക്ക് മോർ നമ്പർ ഓഫ് മില്യൺസ് ഓഫ് യൂസേഴ്സിന് നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാനായിട്ട് സെൽഫോൺസ് ഒക്കെ അറ്റ് എ ടൈം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഫ്രീക്വൻസി റീയൂസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ ഞാൻ ഈ ഒരു B1 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിന് അസൈൻ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് A1 സെല്ലിന് എന്താണോ ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത് സെയിം ഫ്രീക്വൻസിയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അറ്റ് എ ടൈം എനിക്ക് A1 ഉം B1 ഉം ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. So while selecting cells, it should be ensured that there is no interference between two. അപ്പോൾ നമ്മൾ സെല്ലുകൾ അതായത് സെയിം ഫ്രീക്വൻസി അലോട്ട് ചെയ്യുമ്പോൾ ആ സെല്ലുകൾ തമ്മിൽ ഇന്റർഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, എൻഷുർ ചെയ്യണം. കാരണം ഇപ്പോൾ ഞാൻ A1 നും A5 നും എനിക്ക് സെയിം ഫ്രീക്വൻസി അസൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം they are കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇന്റർഫറൻസ് ഒക്യൂർ ആകും. അപ്പോൾ രണ്ടെണ്ണം ഇന്റർകണക്റ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഒക്യൂർ ആകാത്ത രീതിയിലുള്ള സെൽസുകൾക്ക് വേണം നമ്മൾ സെയിം ഫ്രീക്വൻസി അസൈൻ ചെയ്യാനുള്ളത്. ഓക്കെ, the distance depend on the many factors such that the number of channels, the typical type of geographical terrain, antenna height and transmitted power at each cell site. അപ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന രണ്ട് സെല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്തിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അതിന്റെ ചാനൽസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം, ജിയോഗ്രഫിക്കൽ ടെറൈനെ കൺസിഡർ ചെയ്യണം, ആന്റിന ഹൈറ്റിനെ, അങ്ങനെ പല കാര്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ്, രണ്ട് സെല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഷെല്ലുകൾ എന്തുകൊണ്ടാണ് നമുക്ക് ഹെക്സഗണൽ ഷേപ്പ്, നമ്മൾ പറഞ്ഞു ഷെൽസ് ആർ ഇൻ ഹെക്സഗണൽ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ ഹെക്സഗണൽ ഷേപ്പ് മാത്രം പ്രിഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, a cellular land area in cellular networks refer to geographical area that divides into small regions or cells, each of which is served by a mobile phone base station. അപ്പോൾ നമ്മുടെ സെൽ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. The size and shape of the cells depend on factors such as number of users in the area. അപ്പോൾ ആ ഒരു സെല്ലിന്റെ സൈസും ഷേപ്പും എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്? ആ ഒരു യൂസേഴ്സിന്റെ ഏരിയ, നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ദ ഏരിയ, അതുപോലെ തന്നെ ടെറൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റിസോഴ്സസിന്റെ അവൈലബിലിറ്റി, ഈ കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സെല്ലിന്റെ സൈസും ഷേപ്പും നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹെക്സഗണൽ ഷേപ്പ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ it allows for complete and balanced coverage with minimum overlap. ആ ഒരു മിനിമൽ ഓവർലാപ്പിൽ നമുക്കൊരു കംപ്ലീറ്റും അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് കവറേജ് ഈ ഒരു ഹെക്സഗണൽ ഷേപ്പ് നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻസ്, ആ ഒരു ഏരിയ കവർ ചെയ്യാൻ ആവശ്യം വരുന്ന നമ്പർ ഓഫ് ബേസ് സ്റ്റേഷന്റെ നമ്പറും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഒരു കംപ്ലീറ്റും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കവറേജ് ആ ഒരു മിനിമൽ ഓവർലാപ്പറിൽ നമുക്ക് ഈ ഒരു ഹെക്സഗണൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻസിന്റെ എണ്ണം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ the use of hexagons ensures that the cells are as close to circular as possible, minimizing interference between the neighboring cells. അപ്പോൾ neighboring cellsകൾ തമ്മിലുള്ള ഒരു ഇന്റർഫറൻസ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെക്സഗണൽ ഷേപ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ the use of hexagons ensure that the cells are as close to circular as അത് റിപ്പീറ്റഡ് ലൈൻസ് ആണ് കേട്ടോ, സോറി. അപ്പോൾ നമുക്ക് ഈ ഒരു സെന്റൻസ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് തന്നെ ഇതെടുത്തിരിക്കുകയാണ്, അപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഹെക്സഗണൽ ഷേപ്പ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടാണ് നമുക്ക് അതൊരു കംപ്ലീറ്റും ബാലൻസ്ഡ് ഒരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഇന്റർഫറൻസ്, നെയ്ബറിംഗ് സെല്ലുകൾ തമ്മിലുള്ള ഒരു ഇന്റർഫറൻസ് നമുക്ക് ഈ ഒരു ഹെക്സഗണൽ ഷേപ്പ് കാരണം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് സെൽസ് ഒക്കെ നമുക്ക് ഒരു ഹെക്സഗണൽ ഷേപ്പിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഫ്രീക്വൻസി റീയൂസ്? എക്സ്പ്ലെയിൻ വിത്ത് എ ഡയഗ്രാം. ഇത് നമുക്ക് 3 അതായത് 4 മാർക്ക് അങ്ങനെയുള്ള റേഞ്ചിലുള്ള മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റീയൂസ് എന്താണെന്നും അതിന്റെ ഒരു ഡയഗ്രാം വിത്ത് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, then frequency reuse concept എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. Okay, frequency reuse is the same in which allocation and reuse of channels throughout a coverage region. അപ്പോൾ നമുക്ക് ആ ഒരു ചാനലിനെ വീണ്ടും റീയൂസ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു കവറേജ് റീജിയനിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് റീയൂസ് ചെയ്യുന്നതിനെയാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്.
Each cellular base station is allotted a group of radio channels or frequency subbands to be used within a small geographical area known as cell. Okay. അപ്പോൾ നമ്മൾ സെൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ് ഇവിടെ? The process of selecting and allocating the frequency subbands for all the cellular base station within a system, okay, is called frequency use or frequency planning എന്ന് പറയുന്നത്. Okay. So the process of selecting and allocating, frequency നെ സെലക്ട് ചെയ്യുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഓരോ cellular base stations. Okay. അതിനെയാണ് നമ്മൾ frequency reuse concept എന്ന് പറയുന്നത്. So നോക്കൂ, the cell with the same letter uses the same set of channels or group. അപ്പോൾ നമുക്ക് സെയിം, ഇവിടെ നമ്മളൊരു ഹെക്സഗണൽ ഷേപ്പിലുള്ള കുറേ സെൽസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെയിം ലെറ്ററിലുള്ളത്, സെയിം ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? സെയിം സെറ്റ് ഓഫ് ചാനൽസിനെ, സെയിം സെറ്റ് ഓഫ് ചാനൽസ് ഗ്രൂപ്പ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി സബ്ബാൻഡ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. നോക്കൂ, എ അപ്പോൾ സെയിം ആയിരിക്കും നമുക്ക് ഈ പറയുന്ന എകൾക്കെല്ലാം അല്ലെ. അടുത്തത് സി, അതുപോലെ തന്നെ നോക്കൂ, സി വരുന്നത് ഇവിടെ ഒരു സി വരുന്നുണ്ട് അല്ലെ, പിന്നെ ഇവിടെ ഒരു സി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് ചാനലുകൾ നമ്മളിപ്പോ സെയിം ഫ്രീക്വൻസി റീയൂസ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇന്റർഫറൻസ് ഒക്യൂർ ആകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അതുകൊണ്ട് നമുക്ക് അടുത്തടുത്ത രണ്ട് ചാനലുകൾ അല്ലെ അടുത്തടുത്ത സെൽസുകൾക്ക് സെയിം ഫ്രീക്വൻസി അലോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചാനൽ അലോക്കേറ്റഡ് ടു എ സെൽ, ഒരു സെല്ലിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ചാനൽസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാനായിട്ട് S is equal to total number of duplex channel available to use K. K നമുക്ക് തന്നിരിക്കുന്നത്, K എന്ന് പറഞ്ഞാൽ ചാനൽ അലോക്കേറ്റഡ് ടു ഈച്ച് സെൽ ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ the total number of cells or cluster size നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? The total number of channels, that is equal to S is equal to K എന്നാണ് വരുന്നത്. ഓക്കെ, then the frequency reuse factor is equal to 1/n ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് നമ്മൾ n എന്ന് പറയുന്നത് നമ്മൾ അവിടെ ജസ്റ്റ് 7 ലെറ്റേഴ്സ് ആണ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ 1/7 ആയിരിക്കും നമുക്ക് ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. So what are the advantages of the frequency reuse എന്ന് പറഞ്ഞാൽ improved spectral efficiency, better quality of service, cost effective ആണ്, അതുപോലെ തന്നെ increased network capacity. So these are the advantages of the frequency reuse concept. Then what are the disadvantages എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർഫറൻസ് ഇൻക്രീസ് ആകാൻ ചാൻസസ് ഉണ്ട്, ഇംപ്ലിമെന്റേഷൻ കോംപ്ലക്സിറ്റി കൂടുതലാകും, അതുപോലെ തന്നെ കവറേജ് റെഡ്യൂസ്ഡ് ആകും, പവർ കൺസംപ്ഷൻ കൂടുതലാകും, നെറ്റ്വർക്ക് കോസ്റ്റ് നമുക്ക് ഇൻക്രീസ് ആകും. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഡിസഡ്വാൻറ്റേജുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളിതിൽ സെൽ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ഫ്രീക്വൻസി റീയൂസ് കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത് നമുക്ക് പാർട്ട് ബിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കണം. 10 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻസിനും വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സെല്ലുലാർ മോഡുലേഷന്റെ കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. GSM അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. GSM എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക് ആണ് കേട്ടോ ഈ ഒരു മൊഡ്യൂൾ 6. അതേപോലെ തന്നെ ആന്റിനയുടെ വർക്കിംഗ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി റീയൂസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിച്ചിട്ടുണ്ട്. സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, അതായത് ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് GSM എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ആന്റിന, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന, ഇതൊക്കെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ. അതേപോലെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്, അത് നമുക്ക് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ. സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, GSM അല്ലെ, ദെൻ ഫ്രീക്വൻസി റീയൂസ്, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, AM എക്സ്പ്രഷൻ ഫോർ AM വേവ്, GSM നെറ്റ്വർക്ക്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫർദർ ആയിട്ട് നമ്മൾ ഓരോ സ്ലൈഡിലായിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? GSM ചോദിച്ചിട്ടുണ്ട്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ AM വേവിന്റെ എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട്, ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ്, മോഡുലേഷൻ ഇൻഡെക്സ് ഒക്കെ, ദെൻ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. Next question, draw the block diagram of GSM and explain the principle of operation. അപ്പോൾ ഈ ഒരു GSM എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ GSM-ൽ തന്നെ വരുന്ന 2 പാരാമീറ്റേഴ്സിനെ മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് 3 മാർക്കിന്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം GSM-ന്റെ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ, അതായത് മൊഡ്യൂൾ 6-ൽ GSM എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ അതെന്തായാലും നല്ല രീതിയിൽ പഠിച്ചു പോയാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഫുൾ മാർക്ക് തന്നെ
സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാരണം തിയറിയാണ് നമുക്ക് അല്ലെ, ആ ഒരു ബ്ലോക്ക് ഡയഗ്രാംസ് മാത്രം ഒന്ന് വരച്ച് വെച്ചിട്ട് ബാക്കി തിയറി നമുക്ക് അത് എന്താന്നുള്ളത് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഓൺ ഇതിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. കാരണം നമുക്കത് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, ആ ഡയഗ്രാംസ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യിച്ചോ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എന്താണ് GSM? GSM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതാണ് GSM എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ആൻഡ് ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജി യൂസ്ഡ് ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ ആൻഡ് ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജിയാണ് GSM എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 ഡിഫറെന്റ് ബാൻഡുകളാണ്, ഫ്രീക്വൻസി ബാൻഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 850 മെഗാഹെർട്സ്, 900 മെഗാഹെർട്സ്, 1800 മെഗാഹെർട്സ് ആൻഡ് 1900 മെഗാഹെർട്സ്. ഈ 4 ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ GSM-ൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് FDMA ആൻഡ് TDMA, അതായത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, അതുപോലെ തന്നെ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ ഒരു GSM-ൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ 4 പാർട്ടുകളാണ് GSM-ന്റെ. മൊബൈൽ സ്റ്റേഷൻ, the base station subsystem, the network switching subsystem and the operation support subsystem. 4 സ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ 4 എന്താണ് നമുക്ക് വരുന്നത്. ഇതിൽ ഓരോന്നും, അല്ലെങ്കിൽ മൊബൈൽ സ്റ്റേഷൻ എന്താണ്, ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്താണ്, നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? GSM, the മൊബൈൽ സ്റ്റേഷൻ. മൊബൈൽ സ്റ്റേഷൻ GSM മൊബൈൽ സ്റ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the mobile station consists of physical equipment such as radio receiver, display and digital signal processor, അതേപോലെ തന്നെ സിം കാർഡ്. ഇത്രയും ഡിവൈസസുകൾ അല്ലെങ്കിൽ ഇത്രയും ഫിസിക്കൽ എക്യുപ്മെന്റുകളാണ് നമുക്ക് ഈ ഒരു മൊബൈൽ സ്റ്റേഷനിൽ വരുന്നത്. എന്തൊക്കെയാണ്? റേഡിയോ ട്രാൻസ്സീവർ, ഡിസ്പ്ലേ ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസേഴ്സ് ആൻഡ് ദ സിം കാർഡ്. ഓക്കെ, ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ് എയർ ഇന്റർഫേസ് ടു ദ യൂസർ ഇൻ GSM നെറ്റ്വർക്ക്. GSM നെറ്റ്വർക്കിൽ ഒരു എയർ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ പറയുന്ന മൊബൈൽ സ്റ്റേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, then the mobile station also provide receptor for SMS message, enabling the user to toggle between the voice and data use. Moreover, അപ്പോൾ നമുക്ക് ഈ MS അല്ലെങ്കിൽ മൊബൈൽ സ്റ്റേഷൻ എന്തൊക്കെയാണ് വീണ്ടും അഡീഷണൽ ആയിട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞു യൂസറിന് ഒരു എയർ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അതല്ലാതെ അഡീഷണൽ ആയിട്ട് ഒരു SMS മെസ്സേജ് അയക്കാനായിട്ട്, റിസപ്റ്ററിന് SMS മെസ്സേജ് അയക്കാനുള്ള ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂസർ ടു ടോഗിൾ ബിറ്റ്വീൻ വോയിസ് ആൻഡ് ഡേറ്റ യൂസ്, അതായത് ഡേറ്റയ്ക്ക് യൂസിനും വോയിസിനും ബിറ്റ്വീൻ ആയിട്ട് ഒരു ടോഗിൾ പ്രൊവൈഡ് ചെയ്യാൻ, എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ ഫെസിലിറ്റി ആക്സസ് ടു വോയിസ് മെസ്സേജിംഗ് സിസ്റ്റം, ഒരു മൊബൈൽ ഫെസിലിറ്റി ആക്സസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വോയിസ് മെസ്സേജ് സിസ്റ്റത്തിന്, അത് ഓൾസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then വേറെന്താണ്? The mobile station also provide access to various data services. നമുക്ക് GSM നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ഡേറ്റ സർവീസസുകളെയും ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവൈഡും കൂടി നമുക്ക് ഈ ഒരു മൊബൈൽ സ്റ്റേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മൊബൈൽ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സസറീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് GSM ഫസ്റ്റ് വൺ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് GSM ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? GSM ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം, ദാറ്റ് ഈസ് BSS ആണ്. അപ്പൊ ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബേസ് സ്റ്റേഷൻ കൺട്രോളർ, ഇത് രണ്ടുമാണ് നമുക്ക് ഈ വരുന്ന ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിൽ വരുന്ന 2 കാറ്റഗറീസ്. എന്തൊക്കെയാണ്? BTS, അതായത് ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ, BSC ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ. The BTS house the radio transceivers that define a cell and handle the radio link protocols with the MS. അപ്പോൾ BTS ഹൗസ് നമുക്ക് എന്താണ് തരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു സെല്ലിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൊബൈൽ സ്റ്റേഷനുമായിട്ട് ഒരു റേഡിയോ ലിങ്ക് പ്രോട്ടോകോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, മൊബൈൽ സ്റ്റേഷനുമായിട്ട് ഒരു റേഡിയോ ലിങ്ക് പ്രോട്ടോകോൾസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The large urban area, അതല്ലെങ്കിൽ large urban of BTS may be deployed. Okay, large urban area നമുക്ക് large number of BTS നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ GSM-ന്റെ BTS എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതാണ് നമുക്ക് വരുന്ന GSM BTS എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ BTS correspond to the transceivers antenna and transceivers and antenna used in each cell of the network. അപ്പോൾ BTS എന്തിനൊക്കെയാണ്? അപ്പോൾ ആ ട്രാൻസ്സീവേഴ്സിന് അതുപോലെ തന്നെ ആന്റിനയ്ക്കൊക്കെ ആ സെല്ലിൽ യൂസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ സെല്ലിന്റെയും
ട്രാൻസ്സീവേഴ്സിനെയും ആന്റിനയും BTS കറസ്പോണ്ട് ചെയ്യുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ BTS ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഇൻ ദ സെന്റർ ഓഫ് ദ സെൽ. ആ ഒരു സെല്ലിന്റെ സെന്ററിലായിരിക്കും നമ്മൾ BTS പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ട്രാൻസ്മിറ്റിംഗ് പവർ ഡിഫൈൻസ് ദ സൈസ് ഓഫ് സെൽ. അപ്പൊ ആ ഒരു ട്രാൻസ്മിറ്റിംഗ് പവർ, ആ ഒരു BTSന്റെ ട്രാൻസ്മിറ്റിംഗ് പവർ എന്ന് പറയുന്നത് ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു സെല്ലിന്റെ സൈസിനെ നമുക്ക് ഡിഫൈൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, each BTS has between 1 to 16 transceivers. 1 മുതൽ 16 ട്രാൻസ്സീവേഴ്സ് വരെ നമുക്ക് ഓരോ BTSൽ പറ്റും. അത് അതിന്റെ ആ ഒരു നമ്പർ ഓഫ് യൂസേഴ്സ്, ആ ഒരു സെല്ലിലുള്ള യൂസേഴ്സിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് എത്ര ട്രാൻസ്സീവേഴ്സ് വേണം എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈച്ച് BTS serves as a single cell. ഓരോ BTSും ഒരു സിംഗിൾ സെൽ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് വരും നമുക്ക് BTSൽ വരികയാണെങ്കിൽ എൻകോഡിംഗ്, എൻക്രിപ്റ്റിംഗ്, മൾട്ടിപ്ലെക്സിംഗ്, മോഡുലേറ്റിംഗ് ആൻഡ് ഫീഡിംഗ് ദ RF സിഗ്നൽ ടു ദ ആന്റിന, ട്രാൻസ്കോഡിംഗ് ആൻഡ് റേറ്റ് അഡാപ്ഷൻ, ടൈം ആൻഡ് ഫ്രീക്വൻസി സിൻക്രണൈസിംഗ്, വോയിസ് ത്രൂ ഫുൾ ഓർ ഹാഫ് റേറ്റ് സർവീസസ്, decoding, decryption and equalizing received signals, random access detection, timing advances, uplink channel measurements. So these are the performance, these are the duties which are provided by the BTS. Okay, ഇതാണ് BTSന്റെ duties എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് നമ്മുടെ BTSൽ അല്ലെങ്കിൽ നമ്മുടെ ബേസ് സ്റ്റേഷനിൽ വരുന്നതാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ, അതായത് BSC എന്ന് പറയുന്നത്. BSC manage the radio resources for one or more BTS. അപ്പോൾ ഒന്നോ അതിലധികമോ BTSന്റെ റേഡിയോ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാൻഡിൽസ് റേഡിയോ ചാനൽ സ്റ്റെപ്പ്. അപ്പൊ എന്തൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. റേഡിയോ ചാനൽ സെറ്റപ്പ്, ഫ്രീക്വൻസി ഹോപ്പിംഗ് ആൻഡ് ഹാൻഡ് ഓവേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആണ്. ഓക്കെ, BSC is the connection between the mobile and the MSC. അപ്പോൾ BSC എന്ന് പറഞ്ഞാൽ അതായത് ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലിനെയും അതുപോലെ തന്നെ ഒരു മൊബൈൽ സ്റ്റേഷൻ കൺട്രോളറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, the BSC also translates 13 kbps voice channel used over the radio link to the standard 64 kb channel used by the public switch telephone network അല്ലെങ്കിൽ ISDN. ഓക്കെ, അപ്പോൾ BSC എന്താ ചെയ്യുന്നത്? ഒരു 13 kbps വോയിസ് ചാനൽ, ആ ഒരു റേഡിയോ ലിങ്കിൽ യൂസ് ചെയ്തിരിക്കുന്ന 13 kbps വോയിസ് ചാനലിനെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 64 kbps ചാനലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 64 kbps യൂസ് ചെയ്യുന്നത് PSDN ആണ്. 13 kbps യൂസ് ചെയ്യുന്ന ആ ഒരു റേഡിയോ ലിങ്കിലുള്ള യൂസ്ഡ് ചാനലാണ്. ഓക്കെ, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് മെയിൻ ആയിട്ട് BSC ചെയ്യുന്നത്. അതേപോലെ തന്നെ the BSC also handle intercall handover, ഒരു ഇന്റർസെൽ ഹാൻഡോവർ നമുക്ക് ചെയ്യുന്നത് ആരാണ്? BSC ആണ്. ഓക്കെ, it controls the power transmission of the BSC and MS in its area. ആ ഒരു ഏരിയയിലുള്ള BSSന്റെയും MSന്റെയും ആ ഒരു പവർ ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യുന്നതും ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആണ്. അതേപോലെ the functions of BSC is to allocate the necessary time slot between the BTS and MSC. BTSനും MSCക്കും between ഒരു necessary time slots allot ചെയ്യുന്നതും BSC ആണ്. It is switching device that handle the radio resources. അപ്പോൾ നമുക്ക് n number of applications അല്ലെങ്കിൽ n number of duties ആണ് ഓരോ സ്റ്റേഷനും ഉള്ളത്. ഓക്കെ, അപ്പോൾ ബേസ് സ്റ്റേഷൻ കൺട്രോളറിന്റെ കുറച്ച് ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് വരുന്നത് എന്തൊക്കെയാണ്? കൺട്രോൾ ഓഫ് ഫ്രീക്വൻസി ഹോപ്പിംഗ്, പെർഫോമിംഗ് ട്രാഫിക് കോൺസെൻട്രേഷൻ ടു റിഡ്യൂസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഫ്രം MSC, പ്രൊവൈഡിംഗ് ആൻ ഇന്റർഫേസ് ടു ദ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സെന്റർ ഫോർ BSC, reallocation of the frequencies among BTS, time and frequency synchronization, power management and time delay measurements of received signals from the MS. Okay, അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ബേസ് സ്റ്റേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ കൺട്രോളർ ആണെന്ന് നമുക്ക് പറയാം, അല്ലെ? കൺട്രോൾ ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം. ഇത് രണ്ടും നമുക്ക് വരുന്നത് ഏതിലാണ്? നമ്മുടെ BTSും അതുപോലെ തന്നെ BSC നമുക്ക് വരുന്നത് ബേസ് സ്റ്റേഷനിലാണ് വരുന്നത്, BSSലാണ് വരുന്നത്. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് എന്താണ്? GSM, the networking switching subsystem, that is NSS ആണ് നമുക്ക് വരുന്ന തേർഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ the network switching system, the main part of the mobile station switching center, perform the switching of calls between mobile and fixed or mobile network users, as well as the management of mobile services such as authentication.
അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ സ്വിച്ചിങ് സെന്ററും അതുപോലെ സ്വിച്ചിങ് ഓഫ് കോൾസ് ആണ്. കോളുകളെ സ്വിച്ച് ചെയ്യിക്കുന്നത് ആരാണ്? ഈ പറയുന്ന NSS ആണ്. അത് ആരൊക്കെ തമ്മിൽ? മൊബൈലും ഒരു ഫിക്സ്ഡ് അല്ലെങ്കിൽ ഒരു മൊബൈൽ നെറ്റ്വർക്ക് യൂസേഴ്സുമായിട്ട് ഒരു മൊബൈൽ കോൾസുകളെ സ്വിച്ച് ചെയ്യുന്നത് നമ്മുടെ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ആണ്. അതേപോലെ തന്നെ മൊബൈൽ സർവീസുകൾക്ക് മാനേജ്മെന്റ് കൊടുക്കുന്നതും ആരാണ്? മാനേജിംഗ് ആരാ ചെയ്യുന്നത്? ഈ NSS ആണ്. അതായത് ഓതന്റിക്കേഷൻ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞാൽ നമുക്ക് GSM നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ഇത് നമുക്ക് ഇവിടെ വരുന്നത് NSS അല്ലെ, ഇതാണ് വരുന്നത് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ആണ്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കാണ്? MSSC ക്കാണ് അല്ലെ, മൊബൈൽ സർവീസ് സെന്റർ. ആ ഒരു മൊബൈൽ സ്വിച്ചിങ് സെന്റർ, സർവീസ് അല്ല മൊബൈൽ സർവീസ് സെന്ററിലേക്കുള്ള ആ ഒരു സ്വിച്ചിങ് പെർഫോം ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ ഈ ഒരു NSS എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് നമുക്ക് VLR, AUC, HLR, EIR. ഓക്കെ, നോക്കൂ, HLR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഇറ്റ് ഈസ് എ ഡേറ്റാബേസ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ്. സബ്സ്ക്രിപ്ഷൻസിനെ സ്റ്റോറേജ് ചെയ്യാനും അതേ മാനേജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, അതല്ലെങ്കിൽ HLR എന്ന് പറയുന്നത്. ഓക്കെ, it is considered as the most important database. കാരണം ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും അല്ലെ. And it stores permanent data about the subscribers, including subscriber service profile, location information and the activity status. അപ്പോൾ ഒരു സബ്സ്ക്രൈബറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒരു പ്രൊഫൈൽ ആയിട്ട് നമ്മൾ ഒരു ഡേറ്റാബേസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? HLR-ലാണ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ഒരു സബ്സ്ക്രിപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് എ സിമ്മിന്റെ ഫോമിൽ നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് HLR ഓഫ് ദി ഓപ്പറേറ്ററിലായിരിക്കും അല്ലെങ്കിൽ HLR-ലായിരിക്കും രജിസ്റ്റർ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് MSC, ദാറ്റ് ഈസ് മൊബൈൽ സർവീസ് സ്വിച്ചിങ് സെന്റർ ആണ്. ദ സെൻട്രൽ കോമ്പണന്റ് ഓഫ് ദ നെറ്റ്വർക്ക് സബ്സിസ്റ്റം ഈസ് ദ MSC. സെൻട്രൽ കോമ്പണന്റ് ആണ് MSC എന്ന് പറയുന്നത്. ഓക്കെ, it performs the switching of calls between mobile and other fixed mobile network users as well as the management of mobile service such as registration, authentication, location updation, handovers and call routing to the roaming subscribers. അപ്പോൾ MSC എന്ന് പറയുന്നത് എന്താണ്? ഒരു നെറ്റ്വർക്ക് സബ്സിസ്റ്റത്തിന്റെ സെൻട്രൽ കോമ്പണന്റ് ആണ്. ഇത് കോൾസ് സ്വിച്ചിങ് ഓഫ് കോൾസുകളാണ്. ഏതാൾക്ക് തമ്മിൽ? ഒരു മൊബൈലും ഒരു ഫിക്സ്ഡ് അല്ലെങ്കിൽ ഒരു മൊബൈൽ നെറ്റ്വർക്ക് യൂസറുമായിട്ടുള്ള സ്വിച്ചിങ് കോളുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് മൊബൈൽ സർവീസസ്. എന്തൊക്കെ വരും മൊബൈൽ മാനേജ്മെന്റ് സർവീസുകളിൽ? രജിസ്ട്രേഷൻ, ഓതന്റിക്കേഷൻ, ലൊക്കേഷൻ അപ്ഡേഷൻ, ഹാൻഡ് ഓവേഴ്സ്, കോൾ റൂട്ടിംഗ് ടു റോമിംഗ് സബ്സ്ക്രൈബേഴ്സ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു മൊബൈൽ സർവീസ് സ്വിച്ചിങ് സെന്റർ ആണ്. ഓക്കെ, it also performs such functions as call ticketing, network interfacing, common channel signaling and others. അപ്പോൾ എല്ലാ MSCക്കും അതിൻ്റെതായ ഒരു യുണീക് ID ഉണ്ടാകും. ഓക്കെ, ഒരു മൊബൈൽ സർവീസ് സ്വിച്ചിങ് സെന്ററിന് അതിൻ്റെതായ ഓരോ IDകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ പാർട്ട് ഓഫ് ദി നെറ്റ്വർക്ക് സബ്സിസ്റ്റം. അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്? VLR ആണ്. അപ്പോൾ ആ ഒരു NSS-ൽ വരുന്ന അടുത്തൊരു പോർഷൻ ആണ് VLR എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡേറ്റാബേസ് ദാറ്റ് കണ്ടെയ്ൻസ് temporary information about the subscribers that is needed by the MSC in order to service visiting subscribers. അപ്പോൾ HLR എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. VLR എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി സ്റ്റോറേജ് ആണ്. അതായത് ടെമ്പററി ആയിട്ട് ചെറിയ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ളതാണ് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ MSC. അപ്പോൾ MSCക്കാണ് പെട്ടെന്നൊരു സബ്സ്ക്രൈബേഴ്സിന്റെ ഇൻഫർമേഷൻ ഒരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്കത് VLR-ൽ നിന്നാണ് MSCക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ VLR-ഉം MSC-യും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, when a mobile station roams into a new MSC area, the VLR connected to the MSC will request data about the mobile station from the HLR. അപ്പോൾ ഈ പറയുന്ന ഒരു മൊബൈൽ സ്റ്റേഷൻ ഒരു പുതിയൊരു MSC ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ VLR ആയിരിക്കും ആ MSC ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഡേറ്റ, അതായത് HLR-ൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ മൊബൈൽ സ്റ്റേഷനെ എബൌട്ട് എടുത്തിട്ട് VLR ആയിരിക്കും ആ ഒരു പുതിയ MSC-യിലേക്ക് ആ ഒരു മൊബൈൽ യൂസറിനെ അല്ലെങ്കിൽ മൊബൈൽ സ്റ്റേഷനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാലും ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് AUC എന്ന് പറഞ്ഞാൽ എന്താണ്? ഓതന്റിക്കേഷൻ സെന്റർ ആണ്. ഓക്കെ, ഓതന്റിക്കേഷൻ സെന്റർ ഈസ് എ പ്രൊട്ടക്റ്റഡ് ഡേറ്റാബേസ് ആണ്. ഓക്കെ, അതായത് ഒരു സീക്രട്ട് കീ ഉണ്ടാകും. നമുക്ക് ആ ഒരു സിം കാർഡിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ വളരെ നമുക്ക് ഓതന്റിക്കേഡ് ആയിട്ടുള്ള കുറേ ഡേറ്റാസ് ഉണ്ടാവില്ലേ, അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സെന്റർ ആണ് ഓതന്റിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓതന്റിക്കേഷൻ പർപ്പസിന്, സൈഫറിംഗ് ഓഫ് റേഡിയോ ചാനൽസ് അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ സിം കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സെന്റർ ആണ് ഓതന്റിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ,
It protects network operators from different types of fraud. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള ഫ്രോഡ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ആ ഒരു യൂസറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓതന്റിക്കേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് EIR, that is Equipment Identity Register. It is a database that contains a list of all valid mobile equipment on the network. ആ ഒരു നെറ്റ്വർക്കിൽ ഉള്ള എല്ലാ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ എക്യുപ്മെന്റുകളുടെ ഒരു ലിസ്റ്റ് ആണ് എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നോക്കുമ്പോൾ ഓരോന്നിനെയും നമുക്ക് ഓരോ MS-നും അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാകും. ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐഡന്റിഫൈസ് ആണ് നമുക്ക് ഓരോ MS-നെയും ഐഡന്റിഫൈ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു NSS-ൽ വരുന്ന പാർട്ടുകൾ എന്ന് പറയുന്നത്. എന്റെ അടുത്ത നാലാമത്തെ പാർട്ടാണ് ഓപ്പറേഷൻ സപ്പോർട്ട് സബ്സിസ്റ്റം, ദാറ്റ് ഈസ് OSS എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സെന്റർ OMC ഈസ് കണക്റ്റഡ് ടു ഓൾ എക്യുപ്മെന്റ് ഇൻ ദ സ്വിച്ചിങ് സബ്സിസ്റ്റം ആൻഡ് ടു ദ BSC. അപ്പൊ സ്വിച്ചിങ് സബ്സിസ്റ്റത്തിലും അതുപോലെ തന്നെ BSC-യിലേക്കും എല്ലാ എക്യുപ്മെന്റ്, അതായത് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ സെന്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വിച്ചിങ് സിസ്റ്റത്തിലെയും BSC-യിലുള്ള എല്ലാ എക്യുപ്മെന്റിലേക്കും കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. Okay, so the implementation of OMC is called the operation and support system. അപ്പോൾ ആ ഒരു OMC, okay, എന്താണ് പറയുന്നത്, ആ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സെന്ററിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ആ ഒരു ഓപ്പറേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും, അഡ്മിനിസ്ട്രേഷൻ, കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലാണ് വരുന്നത്. സെക്യൂരിറ്റി മാനേജ്മെന്റ്, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ, ഓപ്പറേഷൻ, പെർഫോം മാനേജ്മെന്റ്, മെയിൻ്റനൻസ് ടാസ്ക്, അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സുകളും ആരാണ് പെർഫോം ചെയ്തത്, ഓപ്പറേഷൻ സപ്പോർട്ട് സബ്സിസ്റ്റം ആണ്, OSS ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് GSM-ന്റെ മെയിൻ 4 പോർഷൻസ് എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കൂ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്. ആദ്യം മൊബൈൽ സ്റ്റേഷൻ നോക്കി, ദെൻ ബേസ് സ്റ്റേഷൻ നോക്കി, ദെൻ നമ്മൾ നോക്കിയത് OSS ഉണ്ട് നമുക്ക് ഇവിടെ അല്ലെ, ഇത് MS, അതായത് ഇതാണ് NSS വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു GSM-ൽ വരുന്ന മെയിൻ പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GSM നെറ്റ്വർക്ക് ഏരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെല്ലാണ്. സെൽ ഈസ് ദ ബേസിക് സർവീസ് ഏരിയ. ബേസിക് ആയിട്ട് വരുന്ന ഒരു സർവീസ് ഏരിയയാണ് സെല്ല്. 1 BTS covers 1 cell. ഒരു BTS നമുക്ക് ഒരു സെല്ലിനെയാണ് കവർ ചെയ്യുന്നത്. Each cell is given a cell global identity, a number that uniquely identifies cell. അപ്പോൾ ഓരോ സെല്ലിനും ഒരു സെൽ ഗ്ലോബൽ ഐഡന്റിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടാകും സെല്ലിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. അടുത്തതാണ് നമ്മുടെ ലൊക്കേഷൻ ഏരിയ എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഫോം എ ലൊക്കേഷൻ ഏരിയ. അപ്പോൾ ബേസിക് സർവീസ് ഏരിയ എന്ന് പറയുന്നത് സെല്ലാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ലൊക്കേഷൻ ഏരിയ. ഓക്കെ, this is the area that is paged when a subscriber gets in an incoming call. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയയിൽ ഒരു സബ്സ്ക്രൈബറിനെ പെട്ടെന്ന് ഒരു ഇൻകമിംഗ് കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു ലൊക്കേഷൻ ഏരിയ ഐഡന്റിറ്റി ഓരോ ലൊക്കേഷൻ ഏരിയയ്ക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് MSC അല്ലെങ്കിൽ VLR സർവീസ് ഏരിയ ആണ്. അപ്പോൾ ഒരു MSC കവർ ചെയ്യുന്ന ഏരിയ, അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു മൊബൈൽ സർവീസ് സ്വിച്ചിങ് സെന്റർ കവർ ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് MSC ഏരിയ, അല്ലെങ്കിൽ VLR സർവീസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ PLMN ആണ്, അതായത് പബ്ലിക് ലാൻഡ് മൊബൈൽ നെറ്റ്വർക്ക്. അത് ഏരിയ കവേർഡ് ബൈ 1 നെറ്റ്വർക്ക് ഓപ്പറേറ്റർ. ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റർ കവർ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പബ്ലിക് ലാൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ MSCs ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും നെറ്റ്വർക്ക് ഏരിയകളാണ് നമുക്കൊരു GSM-ൽ വരുന്നത്. Then what are the advantages of the GSM? Compatibility, security, efficient use of bandwidth, roaming, wide range of features. Okay, ഇതൊക്കെയാണ് കുറച്ച് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിലാണ് കവറേജ് ഏരിയ വളരെ കുറവാണ്, നെറ്റ്വർക്ക് കൺജഷൻ കൂടുതലാണ്, സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് ഉണ്ടാകാം, ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ലിമിറ്റഡ് കപ്പാസിറ്റീസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ GSM എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് GSM-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്, GSM എന്താന്ന് നോക്കി, അതിന്റെ 4 പോർഷൻസ് അല്ലെങ്കിൽ മൊബൈൽ സ്റ്റേഷൻ, BSS, അതുപോലെ തന്നെ NSS, OSS, ഈ 4 പോർഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ദെൻ GSM-ന്റെ കുറച്ച് ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കി, സെല്ല്, ലൊക്കേഷൻ ഏരിയ, VLR സർവീസ് സെന്റർ, അതുപോലെ തന്നെ PLMN, ഇത് 4 നമ്മൾ നോക്കിയിട്ടുണ്ട്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് GSM-നെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് ആൻ ആന്റിന.
അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആന്റിനയെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് ആന്റിനയുടെ വർക്കിങ്ങും അതിന്റെ പ്രിൻസിപ്പിളും നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട്. അത് ഡിഫറെന്റ് മാർക്കിന്, ചിലതിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ചിലതിന് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആന്റിന എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന. An antenna is a transducer which converts electrical power into electromagnetic waves and vice versa. അപ്പോൾ ഒരു ആന്റിന എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഒരു ഇലക്ട്രിക്കൽ പവറിനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട്, അതല്ലെങ്കിൽ തിരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ഒരു ഇലക്ട്രിക്കൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ആന്റിന എന്ന് പറയുന്നത്. ഓക്കെ, ആന്റിന നമുക്ക് ട്രാൻസ്മിറ്റിംഗ് ആന്റിന ആയിട്ടും അതുപോലെ തന്നെ റിസീവിംഗ് ആന്റിന ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ നമുക്കറിയാം ആന്റിന എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റിസീവർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എ ട്രാൻസ്മിറ്റിംഗ് ആന്റിന വൺ വിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻടു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് റേഡിയേറ്റ്സ് ദം. അപ്പോൾ ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന എന്താ ചെയ്യുന്നത്, നമുക്ക് റിസീവ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ റേഡിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ റിസീവിംഗ് ആന്റിന എന്താ ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റിസീവ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് ഒരു ആന്റിന എന്ന് പറയുന്നത്. 2 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ പവർ ടു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആസ് വെൽ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടു ഇലക്ട്രിക്കൽ പവർ. ഓക്കെ, അതാണ് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയും അതുപോലെ തന്നെ റിസീവിംഗ് ആന്റിനയും. In two-way communication, the same antenna can be used for both transmission and reception. എന്നാൽ two-way communicationൽ നമുക്ക് സെപ്പറേറ്റ് ആന്റിനകൾ ആവശ്യമില്ല. ഒരു സെയിം ആന്റിന തന്നെ നമുക്ക് ട്രാൻസ്മിറ്റർ ആയിട്ടും റിസീവർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് two-way communicationൽ വരുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന റേഡിയേഷൻ മെക്കാനിസം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. The sole functionality of an antenna is power radiation or reception. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആന്റിനയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പവർ റേഡിയേറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി ആന്റിന. ഓക്കെ, antenna, whether it transmit or receive or does both, can be connected to the circuitry at the station through a transmission line. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിലൂടെ ആന്റിന ചിലപ്പോൾ ട്രാൻസ്മിറ്റർ ആകാം, അല്ലെങ്കിൽ റിസീവർ ആകാം, അതല്ലെങ്കിൽ രണ്ടും പെർഫോം ചെയ്യുന്ന ഒരു ആന്റിനയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനിലുള്ള സർക്യൂട്ടറിലേക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആന്റിനയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനുണ്ടാകുന്ന റേഡിയേഷൻ മെക്കാനിസം, ആ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു ആന്റിന ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു കണ്ടക്ടർ which is designed to carry current over a large distance with minimum losses. ഒരു ലാർജ് ഡിസ്റ്റൻസിലേക്ക് കറന്റിനെ ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ, ഓക്കെ, വിത്ത് മിനിമം ലോസസിലൂടെ ഒരു ലാർജ് ഡിസ്റ്റൻസിൽ കറന്റിനെ ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന്റെ പേരാണ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്മിഷൻ ലൈൻ വഴിയായിട്ടാണ് നമ്മുടെ ഈ ആന്റിനയെ നമ്മൾ ആ ഒരു സ്റ്റേഷനിലുള്ള സർക്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ മെക്കാനിസത്തിന്റെ ജസ്റ്റ് ഒരു സർക്യൂട്ട് പോലുള്ള ഒരു ബ്ലോക്ക് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇനിഷ്യലി ഒരു ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഗൈഡഡ് 1D വേവ്സ് വരുന്നുണ്ട്. ആ ഒരു ട്രാൻസിഷൻ റീജിയൻ, അതായത് ആന്റിനയുടെ ആ ഒരു ട്രാൻസിഷൻ റീജിയനിലൂടെ നമ്മൾ എന്ത് ചെയ്താണ്, സിഗ്നൽസിനെ റേഡിയേറ്റ് ചെയ്യുകയാണ്, ആ ഒരു വേവിനെ നമ്മൾ റേഡിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു വേവ് ഈ ഒരു റിസീവർ പോർഷനിൽ നിന്നും ഈ വേവ്സിനെ റിസീവ് ചെയ്ത് റിസീവറിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു റേഡിയേഷൻ മെക്കാനിസം വരുന്നത് ആന്റിനയിൽ. ഓക്കെ, therefore an antenna is used to both transmit and receive EM waves and obeys reciprocity principle. അപ്പോൾ ഒരു ആന്റിന എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആന്റിന റെസിപ്രോസിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആന്റിനയുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം റെസിപ്രോസിറ്റി തിയറം എന്ന് പറഞ്ഞാൽ. It states that the receive and transmit properties of an antenna are identical. അപ്പോൾ ഒരു ആന്റിനയുടെ റിസീവും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടീസുകൾ എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ്. അതാണ് റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആന്റിന ഡു നോട്ട് ഹാവ് എ ഡിസ്റ്റിങ്ക്ട് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് റേഡിയേഷൻ പാറ്റേൺ. അപ്പോൾ ആന്റിനയ്ക്ക് ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള റേഡിയേഷൻ പാറ്റേൺ ഉണ്ടാവില്ല ട്രാൻസ്മിറ്റിലും റിസീവിലും, ബിക്കോസ് ദേ ആർ ഐഡന്റിക്കൽ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആന്റിന എന്ന് പറയുന്നത് വളരെ സിംപിളർ ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. An antenna
consists of a metal conductor that conveys radio frequency waves between 2 points in space. അപ്പോൾ ഒരു ആന്റിനയിൽ ഉണ്ടാകുന്ന ആ ഒരു മെറ്റൽ കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റേഡിയോ ഫ്രീക്വൻസിനെ കൺവേ ചെയ്യുന്നുണ്ട്. എവിടേക്കായിട്ട്? ആ സ്പേസിലുള്ള 2 പോയിന്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് ഈ ഒരു റേഡിയോ വേവ്സിനെ കൺവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, this device can either transmit a signal or receive one. അപ്പോൾ ഈ ഒരു ഡിവൈസിന് സിഗ്നലിനെ റിസീവ് ചെയ്യാനോ അതല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനോ പറ്റും. ഓക്കെ, when a voltage is applied to the transmitting antenna, ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിലേക്ക് നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു റേഡിയോ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസീവിംഗ് ആന്റിനയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ റിസീവിംഗ് ആന്റിന എന്ത് ചെയ്യുന്നുണ്ട്, ആ സിഗ്നലിനെ തിരിച്ച് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതാണ് ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് റേഡിയേഷൻ ഓർ ആന്റിന പാറ്റേൺ. ഓക്കെ, the radiation or antenna pattern describes the relative strength of the radiated field in various directions from the antenna at constant distance. ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിൽ വേരിയസ് പല ഡയറക്ഷനിലേക്ക് ആന്റിനയിൽ നിന്നും വരുന്ന ആ ഒരു സിഗ്നലുകളുടെ റിലേറ്റീവ് സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ അല്ലെങ്കിൽ ആന്റിന പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദി റേഡിയേറ്റഡ് ഫീൽഡ്, റേഡിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റിലേറ്റീവ് ഫീൽഡിന്റെ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് പല ഡയറക്ഷനിലേക്ക് വരുന്നതാണ് ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിൽ. ഓക്കെ, ഇറ്റ് ഈസ് എ റിസെപ്ഷൻ പാറ്റേൺ ആസ് വെൽ as since it is also describe the receiving properties of the antenna. ഈ ഒരു റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു റിസെപ്ഷൻ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ആന്റിനയുടെ എല്ലാ റിസീവിംഗ് പ്രോപ്പർട്ടീസും നമുക്ക് ഈ ഒരു റേഡിയേഷൻ പാറ്റേണിൽ നിന്നും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, it is in 3-dimensional but usually measured in radiation patterns are in 2-dimensional slice of the 3-dimensional pattern. അപ്പോൾ ഇതൊരു 3-dimensional ആണ്, 3D ആണ്, പക്ഷെ 3-dimensional പാറ്റേണിന്റെ ഒരു 2D സ്ലൈസ് ആയിട്ടാണ് നമ്മളിത് യൂഷ്വൽ ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അത് എവിടെയാണ്, ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു ആന്റിന പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റേഡിയേഷൻ ഇന്റൻസിറ്റി ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. ഒരു യൂണിറ്റ് സോളിഡ് ആംഗിളിൽ വരുന്ന പവർ എന്താണോ അതാണ് റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, radiation emitted from an antenna which is more intense in a particular direction indicates the maximum intensity of the antenna. അപ്പോൾ ഒരു ആന്റിനയിൽ നിന്നും റേഡിയേഷൻ റേഡിയേറ്റ് ചെയ്യാണ് അല്ലെ, റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയാണ്, അതിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കൂടുതലായിട്ട് ഇന്റൻസ് ആയിരിക്കും, അവിടെ ആയിരിക്കും നമുക്ക് ആ ഒരു ആന്റിനയുടെ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പല ഡയറക്ഷനിലേക്ക് സിഗ്നൽസ് മൂവ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കൂടുതലായിട്ട് നമുക്ക് സിഗ്നൽസിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. സോ അതായിരിക്കും അതിന്റെ റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, the emission of radiation to a maximum possible extent is nothing but the radiation intensity. അപ്പോൾ ആ ഒരു റേഡിയേഷനെ മാക്സിമം പോസിബിൾ എക്സ്റ്റെന്റിലേക്ക് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എമിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U is equal to R² into W radi അല്ലെ, WRAD, that is power radiated ആണ്. It is obtained by multiplying the power radiated with the square of the radial distance. Radial distance in the square of power radiated നമ്മൾ multiply ചെയ്യുന്നത് എന്താണോ that is the radiation intensity. That is U is equal to R² into WRAD. Okay, U എന്ന് പറഞ്ഞാൽ radiation intensity ആണ്, R is the radial distance and WRAD is the power radiated. Okay, ഇതാണ് radiation intensity എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഡയറക്ടിവിറ്റി. അപ്പോൾ ഈ ആന്റിനയിലേക്കൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. The ratio of the maximum radiation intensity of the subject antenna to the radiation of intensity of an isotropic or reference antenna radiating the same total power is called directivity. അപ്പോൾ ഒരു റെഫറൻസ് ആന്റിന ഉണ്ടാകും, അതിന്റെ റേഡിയേഷൻ ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ ഒരു സബ്ജക്ട് ആന്റിനയുടെ റേഡിയേഷൻ ഇന്റൻസിറ്റിയും തമ്മിലുണ്ടാകുന്ന ഒരു റേഷ്യോ എന്താണോ അതാണ് ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. Okay, the ratio of the radiation intensity in a given direction from the antenna to the radiation intensity averaged all of the directions is termed as directivity. നമുക്ക് ഡയറക്ടിവിറ്റി എന്ന് പറയാം. നോക്കൂ, മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് എ സബ്ജക്ട് ആന്റിന, അപ്പോൾ ഏതൊരു ആന്റിനയുടെ ഇന്റൻസിറ്റി ആണോ നമ്മൾ നോക്കുന്നത് അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. സോ മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ദ സബ്ജക്ട് ആന്റിന ഡിവൈഡഡ് ബൈ റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ദ ഐസോട്രോപിക് അല്ലെങ്കിൽ റഫറൻസ് ആന്റിന. ഒരു മാക്സിമം റേഡിയേഷൻ സബ്ജക്ട് ആന്റിനയുടെ മാക്സിമം റേഡിയേഷൻ ബൈ റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ആൻ ഐസോട്രോപിക് ആന്റിന, that is called directivity. Okay, അപ്പോൾ അതിന്റെ ഇക്വേഷൻ ആണ് phi of theta, phi maximum from subject antenna divided by
Phi 0 from an isotropic antenna. അപ്പോൾ phi of theta, phi maximum എന്ന് പറഞ്ഞാൽ എന്താണ്? Maximum radiation intensity of the subject antenna. ഇവിടെ phi 0 എന്ന് പറഞ്ഞാൽ എന്താണ്? It is the isotropic antenna with zero losses. Okay, അതൊരു റെഫറൻസ് ആന്റിനയാണ്, അതുകൊണ്ടാണ് നമ്മൾ സീറോ ലോസസ് എന്ന് പറയുന്നത്. അടുത്തത് അപ്പർച്ചർ എഫിഷ്യൻസി. ഈ അപ്പർച്ചർ എഫിഷ്യൻസി ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് ആന്റിനയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ എഫക്റ്റീവ് റേഡിയേറ്റിംഗ് ഏരിയ ഓർ എഫക്റ്റീവ് ഏരിയ ടു ദ ഫിസിക്കൽ ഏരിയ ഓഫ് ദ അപ്പർച്ചർ. ആ ഒരു എഫക്റ്റീവ് റേഡിയേറ്റിംഗ് ഏരിയയും ഫിസിക്കൽ ഏരിയയും അപ്പർച്ചറിന്റെ ഫിസിക്കൽ ഏരിയയും തമ്മിലുള്ള ഒരു റേഷ്യോ എന്താണോ ദാറ്റ് ഈസ് കോൾഡ് അപ്പർച്ചർ എഫിഷ്യൻസി. ദാറ്റ് ഈസ് എപ്സിലോൺ എ ഈസ് ഈക്വൽ ടു എ എഫക്റ്റീവ് ബൈ എ പി. ഓക്കെ, അപ്പൊ എപ്സിലോൺ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർച്ചർ എഫിഷ്യൻസി. എ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഏരിയ ആൻഡ് എ പി ഈസ് ദ ഫിസിക്കൽ ഏരിയ. ഓക്കെ, അടുത്തത് ആന്റിന എഫിഷ്യൻസി. ഓക്കെ, ആന്റിന എഫിഷ്യൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. It is the ratio of the radiated power of the antenna to the input power accepted by the antenna. Okay, അപ്പോൾ ആന്റിന എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേഡിയേറ്റഡ് പവർ ഓഫ് ദ ആന്റിനയും ഇൻപുട്ട് പവർ, ആന്റിനയുടെ ഇൻപുട്ട് പവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന തമ്മിലുള്ള ഒരു എഫിഷ്യൻസിയാണ് ആന്റിന എഫിഷ്യൻസി, അല്ലെങ്കിൽ ഒരു റേഷ്യോ ആണ് ആന്റിന എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, the efficiency of an antenna explains how much an antenna is able to deliver its output effectively with minimum loss. Okay, അപ്പോൾ ആന്റിനയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം സിഗ്നൽസിനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം ഇത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നു വിത്ത് മിനിമം ലോസസ്. ആ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു മിനിമം ലോസസിലൂടെ എത്രത്തോളം നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദാറ്റ് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ആന്റിന. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതിനെ റേഡിയേഷൻ എഫിഷ്യൻസി എന്ന് പറയാം. ആന്റിന എഫിഷ്യൻസി അതല്ലെങ്കിൽ റേഡിയേഷൻ എഫിഷ്യൻസി ഫാക്ടർ എന്ന് പറയാം. അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് ഈറ്റ ഈസ് ഈക്വൽ ടു പി റേഡിയേറ്റഡ് ബൈ പി ഇൻപുട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിന എഫിഷ്യൻസി. പി റേഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ റേഡിയേറ്റഡ് പവർ ആൻഡ് പി ഇൻപുട്ട് എന്ന് പറയുന്നത് പി ഇൻപുട്ട് പവർ ഓഫ് ദി ആന്റിനയാണ്. ഓക്കെ, അടുത്തത് ഗെയിൻ. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേഡിയേഷൻ ഇന്റൻസിറ്റി ഇൻ എ ഗിവൻ ഡയറക്ഷൻ ടു ദ റേഡിയേഷൻ ഇന്റൻസിറ്റി ദാറ്റ് വുഡ് ബി ഒബ്റ്റൈൻഡ് ഇഫ് ദ പവർ accepted by the antenna were radiated isotropically. ഓക്കെ, അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേഡിയേഷൻ ഇന്റൻസിറ്റിക്കും അതുപോലെ തന്നെ ഒരു ഗിവൺ ഡയറക്ഷനിൽ തന്നിരിക്കുന്ന റേഡിയേഷൻ ഇന്റൻസിറ്റിക്കും വേറൊരു പവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ വരുന്ന റേഡിയേഷൻ ഇന്റൻസിറ്റി തമ്മിലൊരു റേഷ്യോ എന്താണോ ദാറ്റ് ഈസ് കോൾഡ് ഗെയിൻ. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ മച്ച് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പീക്ക് റേഡിയേഷൻ. ഓക്കെ, ആ ഒരു ഐസോട്രോപിക് സോഴ്സിന്റെ തന്നെ പീക്ക് റേഡിയേഷനിൽ എത്രത്തോളം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ദാറ്റ് ഈസ് ദ ടേം ഈസ് കോൾഡ് ആന്റിന ഗെയിൻ. ഓക്കെ, അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് യൂഷ്വലി ഡെബി ഡെസിബലിലാണ് നമ്മൾ മെഷർ ചെയ്യാനുള്ളത്. ഓക്കെ, G is equal to eta E into D ആണ്, where G is the gain of the antenna, eta E is the antenna efficiency and D is the directivity of the antenna. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 6ൽ നിന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സെക്കൻഡ് ഒരു പാർട്ട് 2ൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിമൈനിങ് ക്വസ്റ്റ്യൻസ്, ഒരു AM FM എന്താണെന്ന് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ ഹെട്രോഡൈന്, അങ്ങനെയുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 6നെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. So first one നോക്കൂ, state the merits and demerits of amplitude modulation. ഓക്കെ, അപ്പോൾ ഇതൊരു 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ തരുന്ന കണ്ടന്റുകൾ നിങ്ങൾ മാർക്കിനെ ബേസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറയുകയാണ്. So the amplitude of the carrier signal varies in accordance with the instantaneous amplitude of the modulating signal. അപ്പോൾ ആ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ഒന്നും കൂടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് the amplitude of the carrier signal containing no information. നമുക്കറിയാം ഒരു carrier സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലെ. അത് എന്ത് ചെയ്യാണ്ട് നമ്മുടെ ആ ഒരു സിഗ്നൽ, അതായത് ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്ന ആ ഒരു മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഈ മെസ്സേജസോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ ഒന്നും തന്നെ ഇല്ലാത്ത കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അതിന് വരുന്ന കറസ്പോൺസ് ആയിട്ട് ഒരു വേവ് ഫോം വരുന്നത്. സോ ദിസ് ഈസ് മൈ മെസ്സേജ് സിഗ്നൽ അല്ലെ, ഇതാണ് എന്റെ ബേസ് ബാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ എന്ന് പറയാം. ഇതാണ് കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. there is no information in the carrier signal. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഈ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് എന്റെ ഈ പറയുന്ന ബേസ് ബാൻഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ചെയ്യുന്നു. അതാണ് എനിക്ക് വരുന്ന
ഫൈനൽ ആയിട്ട് വരുന്ന ആ റിസൾട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ബാൻഡ് സിഗ്നൽ. സെക്കൻഡ് വൺ ഈസ് ദി കാരിയർ സിഗ്നൽ ആൻഡ് തേർഡ് വൺ ഈസ് ദി മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കറസ്പോൺസ് ആയിട്ട്, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ വരുന്ന വേവ് ഫോംസ് എന്ന് പറയുന്നത്. So let the modulating signal be, modulating signal equation എന്താണ്? m of t is equal to am cos 2 pi fmt ആണ്. c of t എന്ന് പറയുന്നത് എന്താണ്? അതായത് കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ac cos 2 pi fct ആണ്. ഓക്കെ, am എന്ന് പറഞ്ഞാൽ amplitude of the modulating signal and fm is the frequency of the modulating signal. Similarly, ac is the amplitude of the carrier signal and fc is the frequency of the carrier signal. So final s of t is equal to AC plus AM cos 2 pi fmt into cos 2 pi fct. This is the modulated signal. Okay. അപ്പോൾ ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The cost of amplitude modulation is low. Amplitude modulationന്റെ കോസ്റ്റ് വളരെ ലോ ആണ്. It is signals are reflected by the air from the ionosphere layer. Thus they travel a long distance and cover a wide area. അപ്പോൾ amplitude signal നമുക്ക് long distance cover ചെയ്യാനും wide area cover ചെയ്യാനായിട്ട് സാധിക്കും. Required carrier frequency എന്ന് പറയുന്നത് വളരെ ലോ ആണ്. It requires a simple transmitter and a receiver. അതുപോലെ തന്നെ the transmission and reception of an audio signal are less ആണ്. നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ളതാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ ഓഡിയോ സിഗ്നൽസ് എന്ന് പറയുന്നത്. Demodulation of amplitude modulus signal is less complex due to the use of circuiting having few components. നമുക്ക് demodulation, amplitude modulationന്റെ demodulationൽ വരുന്ന സർക്യൂട്ട് എന്ന് പറയുന്ന സിഗ്നൽ വളരെ ലെസ് കോംപ്ലക്സ് ആണ്. ഓക്കെ, കാരണം അതിലുണ്ടാകുന്ന സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള കോമ്പണന്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സർക്യൂട്ടിന്റെ ആ ഒരു ഡിമോഡുലേറ്റിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് ലെസ് കോംപ്ലക്സ് ആണ്. These are the important or these are the main advantages of the amplitude modulation. Okay. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസുകൾ നോക്കുകയാണെങ്കിലോ, ഇറ്റ് മോഡുലേറ്റഡ് സിഗ്നൽ ആർ ഹൈലി സസെപ്റ്റബിൾ ടു ദ പെരിഫറൽ നോയ്സസ്. പെരിഫറൽ നോയ്സിലേക്ക് ഭയങ്കര സസെപ്റ്റബിൾ ആണ്. പെട്ടെന്ന് തന്നെ അത് നോയ്സസ് ഒക്കെ നമുക്കതിൽ അറിയാൻ പറ്റുന്നതാണ് പറയുന്നത്. Receivers of these signal find it difficult to distinguish between the signal and noise. അപ്പോൾ അങ്ങനെ നോയ്സസിന്റെ ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്നലും നോയ്സും തമ്മിലുള്ള ആ ഒരു തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര കൂടുതലാണ് റിസീവേഴ്സിന്റെ സൈഡിൽ. ഓക്കെ, the quality of the audio signal is poor standard. ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു AM സിഗ്നലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ poor ആണ്. If the amplitude modulated signal is weak, then the receiver requires a complex arrangement. അപ്പോൾ നമുക്ക് വരുന്ന ആ ഒരു മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ വീക്ക് ആണെങ്കിൽ ആ ഒരു റിസീവറിൽ നമുക്കൊരു കോംപ്ലക്സ് അറേഞ്ച്മെന്റ് ആയിരിക്കും ആവശ്യം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്തിന്റെ യൂസേജിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലെസ് എഫിഷ്യന്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു ലെസ് എഫിഷ്യന്റ് ആണ് ഇൻ ടേംസ് ഓഫ് ബാൻഡ് വിഡ്ത്ത് യൂസേജ്. അതുപോലെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽ ഈസ് ട്വൈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ വേവ്. സിഗ്നൽ വേവിന്റെ ഫ്രീക്വൻസിയുടെ ട്വൈസ് ആയിരിക്കും ഈ പറയുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, then amplitude modulation is also less efficient in terms of power usage. പവർ യൂസേജിന്റെ കാര്യത്തിലും ലെസ് എഫിഷ്യന്റ് ആണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൈഡ് ബാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പവറിന്റെ സൈഡ് ബാൻഡുകളിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിലോ, യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽ ഓവർ എ ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റേഡിയോ ട്രാൻസ്മിഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടു വേ കമ്മ്യൂണിക്കേഷൻ, എയർ ട്രാഫിക് കൺട്രോളിൽ വരുന്ന ടു വേ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിഗ്നൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ആൻ AM വേവ്. AM വേവിന്റെ ഒരു എക്സ്പ്രഷൻ എഴുതണം. സിമിലർലി ഡ്രോ ദ ഫ്രീക്വൻസി സ്പെക്ട്രം ആൻഡ് ഫൈൻഡ് ദ അസോസിയേറ്റഡ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയിരുന്നു. അതിൽ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇതൊരു 7 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്, ഒരു കുറച്ച് കൂടിയ മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ നമുക്ക് AM വേവിന്റെ എക്സ്പ്രഷൻ എഴുതണം. അതേപോലെ തന്നെ ആ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കണം. സിമിലർലി അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്തും എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ആൻഡ് ഇൻപുട്ട് സിഗ്നൽ വിത്ത് എ കരിയർ സിഗ്നൽ ഈസ് കോൾഡ് മോഡുലേഷൻ. അപ്പോൾ എന്താണ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻപുട്ട് സിഗ്നലിനെ അതിന്റെ കരിയർ സിഗ്നലുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ് ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ കരിയർ സിഗ്നൽ ടു എൻകോഡ് ദ ഇൻഫർമേഷൻ ദാറ്റ് നീഡ്സ് ടു ബി കരിയർഡ് ത്രൂ ദ വേവ്. അപ്പോൾ ആ ഒരു കരിയർ സിഗ്നലിന്റെ ഷേപ്പ് വേരി ആകും. ചിലപ്പോൾ ആംപ്ലിറ്റ്യൂഡിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലായിരിക്കാം. അങ്ങനെ ആ ഒരു ഷേപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എൻകോഡ് ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ആ ഒരു കരിയർ സിഗ്നലിന്റെ ഷേപ്പിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, when an input wave is mixed with the carrier wave such that the amplitude of the final wave changes, its amplitude modulation wave. It is also used to cap amplitude modulation എന്താണെന്ന് നമുക്ക് അറിയാം, അല്ലെ? നമ്മുടെ ആ ഒരു മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഒരു കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുകയാണെങ്കിൽ അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ നോക്കാം.
മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ് എം ഓഫ് ടി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ എ എം കോസ് 2π fmt ആണ്. കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് സി ഓഫ് ടി, ദാറ്റ് ഈസ് എ സി കോസ് 2π fct. അപ്പൊ നമ്മൾ ഇത് നോക്കിയതാണ്. എ എം എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, എ സി ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ സിഗ്നൽ, fm is the frequency of the modulating signal and fc is the frequency of the carrier signal. ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. Next, the equation of the amplitude modulated wave will be, അപ്പോൾ amplitude modulated wave ന്റെ equation എന്താ നമുക്ക് വരുന്നത്, s of t is equal to ac plus am cos 2π fmt into cos 2π fct അല്ലേ. ഇതിലത്തെ ടേംസ് ഒക്കെ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ വരുന്നതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. എന്താണെന്ന് നോക്കാം. Modulation index or modulation depth states that the level of modulation that a carrier wave undergoes. അപ്പോൾ എത്രത്തോളം മോഡുലേഷനിലേക്ക് ആ ഒരു കരിയർ വേവിൽ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മോഡുലേഷൻ ലെവലാണ് ചേഞ്ച് ആയിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡുലേഷൻ ഇൻഡെക്സ് അതല്ലെങ്കിൽ മോഡുലേഷൻ ഡെപ്ത് എന്നും പറയുന്നുണ്ട്. ദ ലെവൽ ഓഫ് മോഡുലേഷൻ ദാറ്റ് കരിയർ വേവ് അണ്ടർഗോസ്, കരിയർ വേവിൽ വന്നിരിക്കുന്ന ആ ഒരു മോഡുലേഷൻ ലെവൽ എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 1 നമുക്കറിയാം, ആ ഒരു മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഇക്വേഷൻ ആണിത് അല്ലെ. അപ്പോൾ എ സി നമുക്ക് കോമൺ ആയിട്ട് ആ ഇക്വേഷനിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എ സി പ്ലസ് എ എം കോസ് 2π fct ആണല്ലോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ എ സിനെ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എ സി ഇൻറ്റു 1 പ്ലസ് എ എം ബൈ എ സി കോസ് 2π fmt ഇൻറ്റു കോസ് 2π fct വരും. ഈ എ എം ബൈ എ സി ആണ് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് മ്യൂ. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദി എ എം ആൻഡ് എ സി. ദാറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു എ എം ബൈ എ സി. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു എ സി കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തത്. ഓക്കെ, സോ എനിക്ക് ഇവിടെ എന്ത് വരും, എ സി ഇൻറ്റു 1 പ്ലസ് മ്യൂ കോസ് 2π fmt ഇൻറ്റു കോസ് 2π fct വരും. എ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ് എ മിനിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റഡ് വേവ്. നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിൽ മാക്സിമം വാല്യൂവിനെ എ മാക്സ് എന്നും മിനിമം വാല്യൂവിനെ പറയുന്നത് എ മിനിമം എന്നാണ്. ഓക്കെ, we will get the maximum amplitude of the modulated wave when the cos 2π fmt is equal to 1. അതായത് നമ്മൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, എ സി ഇൻറ്റു 1 പ്ലസ് മ്യൂ കോസ് 2π fct അല്ലെ, കോസ് 2π fmt എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കോസ് 2π fmt ഈസ് 1, ആ ഒരു ടേം 1 ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് എ മാക്സ് ഉള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ എ മാക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, എ സി പ്ലസ് എ എം എന്ന് വരും. We will get the maximum amplitude of the minimum amplitude of the modulated wave when cos 2π fmt is equal to -1 ആണെങ്കിൽ, അതായത് കോസിന് 1 കൊടുക്കണം, അത് കോസിന് -1 കൊടുക്കണം. ഓക്കെ, സോ അപ്പൊ എ മിനിമം ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് വരും, എ സി മൈനസ് എ എം വരും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ, അതായത് ഫോർത്ത് ഫിഫ്ത്ത് ഇക്വേഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എ മാക്സ് പ്ലസ് എ മിനിമം ദാറ്റ് ഇസ് ഈക്വൽ ടു എ സി പ്ലസ് എ എം പ്ലസ് എ സി മൈനസ് എ എം. അപ്പൊ എനിക്ക് പ്ലസ് എ എമ്മും മൈനസ് എ എമ്മും ക്യാൻസൽ ആയി പോകും. അപ്പൊ എ സി പ്ലസ് എ സി ഈക്വൽ ടു 2ac എന്ന് വരും അല്ലെ. അപ്പൊ എ മാക്സ് പ്ലസ് എ മിനിമം ഈക്വൽ ടു 2ac ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ സി ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം, എ മാക്സ് പ്ലസ് എ മിനിമം ബൈ 2 വരും. അതേപോലെ ആ രണ്ട് ഇക്വേഷൻ ഫോർത്തും ഫിഫ്ത്തും ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും, എ മാക്സ് മൈനസ് എ മിനിമം ഈക്വൽ ടു എ സി പ്ലസ് എ എം മൈനസ് എ സി മൈനസ് എ എം. അപ്പൊ എനിക്ക് ഈ എ സിയും ഈ എ സിയും ക്യാൻസൽ ആകും, എ എം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ എ എം പ്ലസ് 2am വരും അല്ലെ. അപ്പൊ അതിൽ നിന്ന് എ എം ഇസ് ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ബൈ 2 വരും. അപ്പൊ ഇതിന്റെ റേഷ്യോ ആണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് നമുക്ക് അറിയാം. സോ എ എം ബൈ എ സി ഈക്വൽ ടു എന്ത് വരും, എ മാക്സ് മൈനസ് എ മിനിമം ബൈ 2 ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിനിമം ബൈ 2. അപ്പൊ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകും. സോ മ്യൂ ദാറ്റ് ഈസ് മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ ഇസ് ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിനിമം. ഓക്കെ, ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ വരുന്ന മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബാൻഡ് വിഡ്ത്ത് ഓഫ് എ എം വേവ് ആണ്. അപ്പൊ നോക്കൂ, ബാൻഡ് വിഡ്ത്ത് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഫ്രീക്വൻസീസ് ഓഫ് ദ സിഗ്നൽ അല്ലെ. ആ ഒരു സിഗ്നലുകളുടെ ഹൈയസ്റ്റും ലോവസ്റ്റും ഫ്രീക്വൻസി തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് BW ഈസ് ഈക്വൽ ടു എഫ് മാക്സ് മൈനസ് എഫ് മിനിമം ആണ്. അപ്പൊ എസ് ഓഫ് ടി എന്താണെന്ന് നമുക്കറിയാം, എ സി 1 പ്ലസ് AC into 1 plus mu cos 2π fmt cos 2π fct. S of t is equal to AC into cos 2π fct plus AC mu cos 2π fct into cos 2π fmt. അതായത് ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, സോ അപ്പോൾ S of t is equal to എന്ത് വരും, AC cos 2π fct plus AC mu by 2 cos 2π fc plus fm into t. അതുപോലെ തന്നെ AC mu by 2 cos 2π into fc minus fm of t. Okay, so the amplitude modulated wave has 3 frequencies. 3 frequencies ആണ് നമുക്ക് വരുന്നത്. എന്തൊക്കെയാണ്, carrier frequency fc,
upper side band frequency fc plus fm and lower side band frequency fc minus fm ആണ്. അപ്പോൾ f max is equal to എന്താണ് fc plus fm and f minimum എന്ന് പറയുന്നത് fc minus fm ആണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. f max plus f max minus f minimum ആണ് അല്ലേ. സോ fc plus fm minus fc minus fm വരും. അപ്പോൾ എനിക്ക് fc ക്യാൻസൽ ആയി പോകും. സോ fm plus fm എന്ന് പറയുമ്പോൾ 2fm. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് is equal to 2fm ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ ഡബിൾ ആണ്. So it can be said that the bandwidth required for an amplitude modulated wave is twice that of the frequency of the modulating signal. Modulating signal frequency double ആയിരിക്കും നമുക്ക് വേണ്ട ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കേ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് AM വേവിന്റെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ അപ്പോൾ ഇനിഷ്യലി എൻ്റെ മോഡുലേറ്റിംഗ് മെസ്സേജ് സിഗ്നൽ ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -ωm to ωm ആണ്. x of omega ആണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. Then carrier signal ആണ് c of t എന്ന് പറയുന്നത് carrier signal ആണ്. അത് -ωc to ωc ആണ് അതിന്റെ ആ ഒരു റേഞ്ച് കാണിച്ചിരിക്കുന്നത്. ഫൈനലി s of t എന്ന് പറയുന്നത് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. അപ്പോൾ ഈ ഒരു carrier signal എന്ന് പറയുന്നത് ഈ പറയുന്ന നമുക്ക് മെസ്സേജ് സിഗ്നലിന്റെ ആ ഒരു ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് carrier സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തിട്ട് ഫൈനൽ ആയിട്ട് കിട്ടുന്നതാണ് മോഡുലേറ്റഡ് സിഗ്നൽ. അപ്പോൾ നമുക്കറിയാം മോഡുലേറ്റഡ് സിഗ്നലിൽ നമുക്ക് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി ഉണ്ട് അതുപോലെ തന്നെ ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി ഉണ്ട് അല്ലേ. അതാണ് ഇവിടെ നോക്കൂ നമുക്ക് -ωm to ωm ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദി AM വേവ്. ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു AM വേവിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് മോഡുലേഷൻ ഇൻഡെക്സിനെ കുറിച്ച് അല്ലെങ്കിൽ AM ന്റെ എക്സ്പ്രഷൻ റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയാണ് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ളത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് with a neat sketch explain AM super heterodyne receiver. ഓക്കെ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടാണ് റിപ്പീറ്റ് ആയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പോൾ ഇതൊന്ന് എന്തായാലും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ One of the most common forms of radio receiver is the superhet or super heterodyne receiver. അപ്പോൾ റേഡിയോ റിസീവറിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഫോം ആണ് സൂപ്പർ ഹെറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹെറ്ററോ റേഡിയോ റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ all the drawbacks in the TRF receiver have been removed in super heterodyne receiver. അപ്പോൾ TRF റിസീവറിൽ ഉണ്ടാകുന്ന TRF മീൻസ് എന്താണ് ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവർ. ഈ TRF ഉണ്ടാകുന്ന ഒരുപാട് ഡ്രോബാക്കുകളെയൊക്കെ ഈ പറയുന്ന സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് പറയുന്നത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് TRF ഉണ്ടാകുന്ന ഡ്രോബാക്സ് എന്ന് നോക്കട്ടെ. അപ്പോൾ ഡ്രോബാക്സ് ഓഫ് ദ TRF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the TRF receiver suffers from a tendency to oscillate at higher frequencies from the multi-stage RF amplifiers. മൾട്ടി-സ്റ്റേജ് RF ആംപ്ലിഫയേഴ്സിൽ നിന്നുള്ള ഹയർ ഫ്രീക്വൻസിയിൽ ഈ പറയുന്ന TRF റിസീവർ എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്യുന്നതിന് ഒരു ടെൻഡൻസി ഉണ്ട് ഈ ഒരു TRF റിസീവേഴ്സിന്. അതൊരു ഡ്രോബാക്ക് ആണ്. അതുപോലെ തന്നെ the selectivity of a receiver is its ability to distinguish between the desired signal and an undesired signal. അപ്പോൾ ഒരു റിസീവറിന്റെ സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എബിലിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ട് ഒരു ഡിസൈഡ് സിഗ്നലും അൺഡിസൈഡ് സിഗ്നലും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേർതിരിച്ചെടുക്കാനുള്ള ഒരു എബിലിറ്റിയാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ ഒരു TRFന്റെ റിസീവറിന്റെ സെലക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ പുവർ ആണ്. അതായത് ഡിസൈഡ് ആയിട്ടുള്ളത് അൺഡിസൈഡ് സിഗ്നൽസിനെ തമ്മിൽ വേർതിരിച്ചെടുക്കുന്നതിനുള്ള ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഈ TRF സിഗ്നൽസിന്. അതുപോലെ തന്നെ TRF റിസീവേഴ്സ് ഇസ് ദ ബാൻഡ് വിഡ്ത്ത് വേരിയേഷൻ ഓവർ ട്യൂണിംഗ് റേഞ്ച്. ആ ഒരു ട്യൂണിംഗ് റേഞ്ചിൽ അതിന്റെ ബാൻഡ് വിഡ്ത്തിൽ ഒരുപാട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് TRF റിസീവറിൽ. അപ്പോൾ ഈ പറയുന്ന മെയിൻ ഡ്രോബാക്കുകളെയൊക്കെ ഈ പറയുന്ന നമ്മുടെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ എന്താണ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹെറ്ററോഡൈനിങ് വിച്ച് സിംപ്ലി മീൻസ് മിക്സിംഗ്. അപ്പോൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് ഹെറ്ററോഡൈൻ. ഹെറ്ററോഡൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് മിക്സിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. It is a type of receiver which mixes the received signal frequency with the frequency of the signal generated by the local oscillator. അപ്പോൾ ഇവിടെ ഒരു മിക്സിംഗ് ആണ് വരുന്നത്, ഫ്രീക്വൻസി മിക്സിംഗ് ആണ് വരുന്നത്. ഏതൊക്കെ ഫ്രീക്വൻസികൾ തമ്മിൽ? ഒരു ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസിനെയും അതുപോലെ തന്നെ റിസീവ്ഡ് സിഗ്നൽ ഫ്രീക്വൻസിനെയും കൂടി മിക്സ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു മിക്സിംഗ് പ്രോസസ്സാണ് നമുക്ക് ഈ പറയുന്ന സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ നടക്കുന്നത്. This means that the super heterodyne principle is used in all type of receivers like television receivers, radar receivers. അപ്പോൾ ഈ സൂപ്പർ ഹെറ്ററോഡൈൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഈ ഒരു റിസീവർ
ടെലിവിഷൻ റിസീവേഴ്സിൽ, റഡാർ റിസീവേഴ്സിൽ, അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് റിസീവേഴ്സിലും നമ്മൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The output of mixer provides a lower fixed frequency, also known as intermediate frequency. അപ്പോൾ ഈ ഒരു മിക്സറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലോവർ ഫിക്സ്ഡ് ഫ്രീക്വൻസി ആണ്. ആ ലോവർ ഫിക്സ്ഡ് ഫ്രീക്വൻസിയുടെ പേരാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി, അതല്ലെങ്കിൽ FI എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ IF എന്നും ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ. These receivers are called super heterodyne receivers as the frequency of the signal generated by the local oscillator is more than the frequency of the received signal. അപ്പോൾ നമ്മൾ പറഞ്ഞു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ എന്താ ചെയ്യുന്നത്, മിക്സിംഗ് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. ഏതൊക്കെയാണ്? ഒരു റിസീവ് ചെയ്ത ഫ്രീക്വൻസിനെയും അതുപോലെ തന്നെ ഒരു ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെയും കൂടി മിക്സ് ചെയ്യുകയാണ്, അല്ലെ? അപ്പൊ ഈ പറയുന്ന റിസീവ്ഡ് സിഗ്നൽ ഫ്രീക്വൻസിനേക്കാൾ ഹയർ ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും ഈ പറയുന്ന നമ്മുടെ ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. അപ്പൊ ഈ രണ്ട് ഫ്രീക്വൻസിനെയും കൂടി മിക്സ് ചെയ്യുകയാണ് ഈ പറയുന്ന സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ പെർഫോം ചെയ്യുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേജസ് എന്തൊക്കെയാണ് വരുന്നത്? ഒരു RF സ്റ്റേജ് വരുന്നുണ്ട്. ആ RF സ്റ്റേജിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി, അതായത് നമ്മുടെ ഏതാണോ ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്ന റിസീവ്ഡ് സിഗ്നൽ, അതാണ് നമ്മുടെ മിക്സറിലേക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് നമ്മളൊരു ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അവിടെ നമുക്ക് വരുന്നതാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി F0 ആൻഡ് ദി FC. അപ്പൊ ഈ ഒരു RF സ്റ്റേജ് FI is equal to എന്താണ്? F0 മൈനസ് FC ആണ്. അതായത് FC എന്ന് പറയുന്നത് എന്റെ കരിയർ ഫ്രീക്വൻസി, അല്ലെങ്കിൽ എനിക്ക് റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി, മൈനസ് ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ്. ഓക്കെ. അതിന് ഞാൻ എന്റെ IF ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമോഡുലേറ്റർ, ദെൻ ഓഡിയോ ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ, ദെൻ ദ ലൗഡ് സ്പീക്കർ. ഓക്കെ. അപ്പൊ ഇത്രയാണ് എന്റെ ഈ പറയുന്ന സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നിന്റെയും വർക്കിംഗ് എന്താണെന്നുള്ളത് നമുക്ക് ഓരോ സ്റ്റേജസ് വഴിയായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഓരോ സ്ലൈഡുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മുടെ മെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദി സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ. One is the receiving antenna. The receiving antenna receives the signal which was sent by the transmitter. ഒരു ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിഗ്നലിനെ റിസീവ് ചെയ്യുകയാണ് ഈ പറയുന്ന റിസീവർ ആന്റിന എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് സെൻഡ്സ് ദ റിസീവ്ഡ് സിഗ്നൽ ഫോർ ദ ഫർദർ പ്രോസസിംഗ്. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആ ഒരു സിഗ്നലിനെ, ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന സിഗ്നലിനെ കളക്ട് ചെയ്തിട്ട് അതിന്റെ ഫർദർ പ്രോസസ്സിനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു റിസീവിംഗ് ആന്റിനയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്തതാണ് RF ആംപ്ലിഫയർ. The received signal is fed to the RF amplifier stage so as to amplify it as the signal get attenuated during the long distance transmission. അപ്പൊ നമ്മുടെ റിസീവിംഗ് ആന്റിന എന്ന് പറയുന്നത് തൊട്ടടുത്ത് നിന്നല്ല നമുക്ക് റിസീവ് ചെയ്യുന്നത്, ഒരുപാട് ദൂരം നിന്നായിരിക്കും ഈ ഒരു സിഗ്നൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും ഈ സിഗ്നൽ എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ട് അറ്റനുവേറ്റഡ് ആയിട്ടുണ്ടാകും. അപ്പൊ അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സിഗ്നലിനെ RF ആംപ്ലിഫയറിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ RF ആംപ്ലിഫയറിലേക്ക് എത്തുമ്പോൾ എന്താവും, അത് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. It is tuned in such a way that it can choose the desired carrier frequency and amplify it. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു കരിയർ ഫ്രീക്വൻസി ചൂസ് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ഈ പറയുന്ന RF ആംപ്ലിഫയർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ടേമാണ് നമ്മുടെ ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. This circuit basically generates a signal with a fixed frequency and the output is then fed to the mixer. ഈ ഒരു സർക്യൂട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിഗ്നൽ ആയിട്ട് ഒരു ഫിക്സ്ഡ് ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ സിഗ്നൽ, അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ മിക്സറിലേക്കാണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. When we talk about the AM broadcast system, ഒരു amplitude modulation broadcast system, the intermediate frequency എന്ന് പറയുന്നത് 455 kilohertz ആണ്. That simply means the local oscillator should select such a frequency which is 455 kilohertz above the incoming signal frequency. ഇപ്പോൾ ഒരു AM ബ്രോഡ്കാസ്റ്റ് സിഗ്നൽ ആണെങ്കിൽ നമുക്ക് വരുന്നത് 455 കിലോ ഹെർട്സിലുള്ള ഇതാണെങ്കിൽ ഈ പറയുന്ന ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ചൂസ് ചെയ്യേണ്ടത് ഈ പറയുന്ന 455 കിലോ ഹെർട്സിന് എബവ് ഉള്ള ഇൻകമിംഗ് സിഗ്നൽ ഫ്രീക്വൻസി ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ റിസീവ്ഡ് സിഗ്നലിനേക്കാൾ ഫ്രീക്വൻസി ഹയർ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. ഇതാണ് മിക്സർ എന്ന് പറയുന്നത്. A mixer simply mixes the carrier frequency with the frequency of the signal generated by the local oscillator. Here, two different frequencies are to be mixed so as to have another frequency component of lower value. അപ്പോൾ നമ്മളിവിടെ എന്താണ്, രണ്ട് ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ആണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ഫ്രീക്വൻസി കോമ്പണന്റ് കിട്ടും, വിത്ത് ലോവർ വാല്യൂലുള്ള ഒരു ഫ്രീക്വൻസി കോമ്പണന്റ് കിട്ടും. The mixer produces a lower frequency value which is the difference between two frequencies. അപ്പോൾ മിക്സറിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് എന്താണ്, ഒരു ലോവർ ഫ്രീക്വൻസി വാല്യൂ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന രണ്ട് സിഗ്നൽ ഫ്രീക്വൻസികളെയും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് അവർ എടുക്കുന്നത്. ഓക്കെ. ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്,
They are taking the difference between these two frequencies. The summation of the carrier and local oscillator frequency at the output of the mixer will give rise to image frequency, which is treated as the type of noise or distortion in the signal. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി സമ്മേഷൻ കിട്ടുന്നത് എവിടെയാണ്? ഔട്ട്പുട്ട് ഓഫ് ദ മിക്സർ ആണ്. മിക്സറിൽ നമുക്ക് മിക്സറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഇതിന്റെ സമ്മേഷൻ കിട്ടും. അത് എന്ത് ചെയ്യാണ്? വിച്ച് ഇസ് റൈസ് ടു ദ ഇമേജ് ഫ്രീക്വൻസി. ഒരു ഇമേജ് ഫ്രീക്വൻസി ആയിട്ട് അത് വരികയാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് നോയ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഈ രണ്ട് ഫ്രീക്വൻസികളുടെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സപ്പോസ് അതിന്റെ സമ്മേഷൻ ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഒരു ഇമേജ് ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നോയ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. This is the reason why we the mixer generate a frequency difference at this output. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടും കൂടി സം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു നോയ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ ആയിട്ടാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നത്. ഓക്കെ, this difference frequency is a constant value irrespective of the variation in the input known as intermediate frequency. ആ ഒരു ഡിഫറൻസിനെ നമ്മൾ പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ആ ഒരു ഇന്റർമീഡിയറ്റ് ആ ഒരു ഫ്രീക്വൻസിയുടെ പേരാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. അത് നമുക്ക് എഫ് ഐ അല്ലെങ്കിൽ ഐ എഫ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മിക്സറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് ഫ്രീക്വൻസികൾ, ഒരു റിസീവ്ഡ് സിഗ്നൽ ഫ്രീക്വൻസിയും അല്ലെങ്കിൽ ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെയും കൂടി നമ്മളൊരു മിക്സറിലേക്ക് പാസ് ചെയ്യുന്നു. അതിൽ നിന്ന് ഈ രണ്ട് ഫ്രീക്വൻസികളുടെ ഡിഫറൻസ് എടുത്ത് ആ ഒരു ഔട്ട്പുട്ടാണ്, ആ ഒരു ഔട്ട്പുട്ടിനെ പറയുന്നതാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. ഓക്കെ, ഇതാണ് മിക്സറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. Intermediate frequency എന്ന് പറഞ്ഞാൽ എന്താണ്? Fi is equal to f0 minus fc ആണ്. Okay, the constant frequency at its output is gained by capacitance tuning. അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ഫ്രീക്വൻസി ആണ് നമ്മൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പറയുന്നത്. അതെന്ന് പറയുന്നത് അതിന്റെ കപ്പാസിറ്റൻസ് ട്യൂണിംഗ് വഴിയായിട്ടാണ് നമുക്ക് ആ ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. In capacitance tuning, several capacitors are arranged together and operated by a controlling knob. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റൻസ് ട്യൂണിംഗ് എങ്ങനെ നടക്കുന്നത്? നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ടുഗദർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിനെ ഒരു നോബ് വഴിയാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് ഈസ് ദ ഇൻകമിംഗ് ഫ്രീക്വൻസി, ദ RF ആംപ്ലിഫയർ ആൻഡ് ദ ലോക്കൽ ഓസിലേറ്റർ മസ്റ്റ് ബി ട്യൂൺഡ് ടു ഇറ്റ്. അപ്പോൾ അതിൽ ഏത് ഫ്രീക്വൻസി ആണോ വരുന്നതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു RF ആംപ്ലിഫയറും അതുപോലെ തന്നെ ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് അതിലേക്ക് ട്യൂൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. RF ആംപ്ലിഫയറും അതുപോലെ തന്നെ ലോക്കൽ ഓസിലേറ്ററും ഇൻകമിംഗ് സിഗ്നലിലേക്കാണ് ട്യൂൺ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മിക്സറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതാണ് നമ്മുടെ IF ആംപ്ലിഫയർ. ദിസ് സെക്ഷൻ ബേസിക്കലി ആംപ്ലിഫൈ ദ ഔട്ട്പുട്ട് ഓഫ് ദ മിക്സർ. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ടിന്റെ മിക്സറിൽ എന്താണ്? നമുക്ക് ഒരു ലോവർ ഫ്രീക്വൻസി ആണ് വരുന്നത്, അതിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത് ഈ ഒരു IF ആംപ്ലിഫയർ എന്ന് പറയുന്നത്. The IF amplifier provides sensitivity or gain and selectivity bandwidth to the receiver. അപ്പോൾ ഈ പറയുന്ന IF ആംപ്ലിഫയർ ആണ് ഒരു സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ സെലക്ടിവിറ്റി എന്ന് പറയുന്നതൊക്കെ റിസീവറിലേക്ക് കൊടുക്കുന്നത്. As it consists of several transformers consisting of a part of the tuned circuit. അപ്പോൾ ട്യൂൺഡ് സർക്യൂട്ടിന്റെ പാർട്ടായിട്ട് കുറേ ട്രാൻസ്ഫോമേഴ്സ് ഈ പറയുന്നതിൽ IF ആംപ്ലിഫയറിൽ നമുക്കുണ്ട്. Here the sensitivity and the selectivity are uniform and it does not show variation as in case of TRF receivers, because IF amplifier's characteristics are independent of that of the received signal frequency as it works on the intermediate frequency. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ TRFൽ ഒരു ഡ്രോബാക്ക് വരുന്നുണ്ട് എന്ന് അല്ലെ. ആ ഒരു ഡ്രോബാക്കിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന IF ആംപ്ലിഫയേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിസീവ്ഡ് സിഗ്നൽ ഫ്രീക്വൻസിനെ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ആ പറയുന്ന റിസീവ്ഡ് ഫ്രീക്വൻസി എന്താണെങ്കിൽ തന്നെ ഈ IF ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഡിപെൻഡ് ഓൺ ദാറ്റ് ഫ്രീക്വൻസി. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന IF ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിസീവ്ഡ് ഫ്രീക്വൻസിനെയും സിഗ്നൽ ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫ്രീക്വൻസിയിലാണ് ഈ പറയുന്ന IF ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സെലക്ടിവിറ്റി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന TRFൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇതിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, due to this, the system design is quite easy as to provide constant bandwidth along with the high gain. അപ്പോൾ നമുക്ക് ആ ഒരു റീസൺ കൊണ്ട് തന്നെ നമുക്ക് പറയുന്ന ഈ ഒരു കോൺസ്റ്റന്റ് ബാൻഡ്വിഡ്ത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ ഗെയിൻ നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. This section has narrow bandwidth and due to its lower bandwidth it rejects all other frequencies so as to reduce the risk of generated from the interference. ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു നാരോ ബാൻഡ്വിഡ്ത്ത് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലോവർ ബാൻഡ്വിഡ്ത്ത് ഓൾ അതർ ഫ്രീക്വൻസി. ഇപ്പൊ നമുക്ക് ബാൻഡ്വിഡ്ത്ത് കുറവായതുകൊണ്ട് ഏതൊരു ഹയർ ഫ്രീക്വൻസി വന്നാലും അത് അതിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ഇന്റർഫറൻസ് ജനറേറ്റ് ആവുന്നതിനുള്ള റിസ്ക് നമുക്ക് മാക്സിമം ഇവിടെ റെഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, the lower bandwidth accepting nature supports super heterodyne receivers to give much better performance than the other type of receivers.
അപ്പോൾ ഈ ഒരു ലോവർ ബാൻഡ് വിഡ്ത്ത് അക്സെപ്റ്റിംഗ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ സൂപ്പർ ഹെറ്ററോഡൈൻ എന്ന് പറയുന്നത് ബാക്കി റിമൈനിങ് പല ടൈപ്പിലുള്ള റിസീവേഴ്സിനേക്കാൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൂപ്പർ ഹെറ്ററോഡൈനിൽ സാധിക്കുന്നുണ്ട്. എന്താണ് റീസൺ? ആ ഒരു ബാൻഡ് വിഡ്ത്ത്, ലോവർ ബാൻഡ് വിഡ്ത്ത് അക്സെപ്റ്റിംഗ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ IF ആംപ്ലിഫയറിന്റെ ആ ഒരു സെക്ഷൻ നോക്കാനുള്ളത്. അടുത്തതാണ് ഡീമോഡുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡീമോഡുലേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് പ്ലേസ്ഡ് എക്സാക്ട്ലി ആഫ്റ്റർ ദ IF ആംപ്ലിഫയർ സോ ദാറ്റ് ദ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി സിഗ്നൽ ഈസ് ഡീമോഡുലേറ്റഡ് ആൻഡ് ദ മെസ്സേജ് സിഗ്നൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്. അപ്പോൾ ഡീമോഡുലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ IF ആംപ്ലിഫയറിന് ശേഷം പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി സിഗ്നൽ ആണ് നമുക്ക് IF ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്നത്. ആ സിഗ്നലിനെ നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഡീമോഡുലേറ്ററിന്റെ അവിടെയായിട്ട്. ഓക്കെ, അടുത്ത ടേമാണ് നമ്മുടെ ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. The original signal is fed to the audio amplifier which does not hold distortion or noise so that it can amplify audio signal to a particular level. അപ്പോൾ ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡീമോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ ആണ്, വിത്തൗട്ട് എനി നോയ്സ് ഓർ ഡിസ്റ്റോർഷൻസ്. ഓക്കെ, ആ സിഗ്നലിനെയാണ് ഈ ഓഡിയോ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത് വഴി നമുക്ക് അത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. Here the signal is further amplified to the particular power level which can activate the loudspeaker. അപ്പോൾ ആ ഒരു ആംപ്ലിഫയറിനെ, ആ സിഗ്നലിനെ, ആംപ്ലിഫൈ ചെയ്തിരിക്കുന്ന സിഗ്നലിനെ ഒരു പർട്ടിക്കുലർ പവർ ലെവലിലേക്ക് നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൗഡ് സ്പീക്കറിലേക്കോ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. The amplified signal is finally fed to the loudspeaker circuit which converts the electrical form of the signal into an audio sound which can be heard by the listeners. അപ്പോൾ ഈ പവർ ആംപ്ലിഫയറിൽ നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്നുണ്ട്. ലൗഡ് സ്പീക്കർ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്? ഈ ഇലക്ട്രിക്കൽ ഫോം ഓഫ് ദ സിഗ്നലിനെ ഒരു ഓഡിയോ സൗണ്ട് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിസണേഴ്സിന് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിസണേഴ്സിന് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ടും സാധിക്കും. ഒരു നോയ്സോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസോ ഒന്നും തന്നെ ഇല്ലാതെ ക്ലിയർ ആയിട്ട് നമ്മുടെ സിഗ്നൽ എന്താണോ നമ്മൾ മെസ്സേജ് പാസ് ചെയ്യുന്നത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു സൂപ്പർ ഹെറ്ററോഡൈനിൽ വരുന്ന പാർട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോരോ പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു റിസീവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസീവറിന് വേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ആണ്. ഇൻ ദ മോസ്റ്റ് സിമ്പിൾ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ആംപ്ലിഫൈ എ വീക്ക് ഓർ ലോ സിഗ്നൽ. ഒരു ലോ സിഗ്നൽ അല്ലെങ്കിൽ ഒരു വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 150 microvolt is the typical sensitivity for a small broadcast and 1 microvolt or below is for high quality communication. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്മോൾ ബ്രോഡ്കാസ്റ്റിന് വേണ്ടത് 150 മൈക്രോവോൾട്ട് ആണ്. എന്നാൽ ഒരു ഹൈ ക്വാളിറ്റി കമ്മ്യൂണിക്കേഷന് വേണ്ട സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 1 മൈക്രോവോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർ ഹെറ്ററോഡൈനിന്റെ സെൻസിറ്റിവിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ ഗെയിൻ ഓഫ് ദ RF ആംപ്ലിഫയർ, the gain of the IF amplifier and the noise factor of the receiver. അപ്പോൾ ഈ ഒരു 3 പാരാമീറ്റർ ആണ് നമ്മുടെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ സെൻസിറ്റിവിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ആണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എനി സിസ്റ്റം ദാറ്റ് ഡിസൈഡ്സ് വെദർ ദ സിഗ്നൽ ഈസ് ഡിസൈഡ് ഓർ അൺഡിസൈഡ്. നമ്മൾ പറഞ്ഞു നമ്മുടെ DRFന്റെ പൂവർ സെലക്ടിവിറ്റിയാണ്, അതായത് ഡിസൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസൈഡ് സിഗ്നലിനെ വേർതിരിച്ച് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് TRF സിഗ്നലിന് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സൂപ്പർ ഹെറ്ററോഡൈൻ ഇതിന് നമുക്കത് ഹൈ ആണ്. ദാറ്റ് ഈസ് മീൻ അറ്റ് ഹൈ ഫ്രീക്വൻസി സെലക്ടിവിറ്റി ഈസ് പുവർ, ബെറ്റർ സെലക്ടിവിറ്റി ഈസ് അച്ചീവ്ഡ് അറ്റ് ലോ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് വേരിയേഷൻ ഇല്ലെങ്കിൽ കൂടെ ലോവർ ഫ്രീക്വൻസിയിലാണെങ്കിൽ നമുക്ക് ബെറ്റർ സെലക്ടിവിറ്റി ഉണ്ടാകും. ഹൈ ഫ്രീക്വൻസിയിൽ ഇവിടെയും സെലക്ടിവിറ്റി എന്ന് പറയുന്നത് പുവർ ആണ്. ഓക്കെ, അടുത്തൊരു ടേം ആണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിസ്റ്റംസ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻ ഒറിജിനൽ സിഗ്നൽ വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. ഒരു ഡിസ്റ്റോർഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഒറിജിനൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രൊഡ്യൂസ് എ ഗുഡ് ക്വാളിറ്റി സിഗ്നൽ. അപ്പോൾ എന്താണ് ഒരു ഗുഡ് ക്വാളിറ്റി സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റിയാണ്. ഇറ്റ് എൻഷുർ ദാറ്റ് ദ പ്രൊഡ്യൂസ്ഡ് സിഗ്നൽ മസ്റ്റ് ബി ആൻ എക്സാക്ട് കോപ്പി ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ. അപ്പോൾ ഫിഡിലിറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ സിഗ്നൽ ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2-3 പാരാമീറ്റേഴ്സ് ആണ് ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു റിസീവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സെൻസിറ്റിവിറ്റി, സെലക്ടിവിറ്റി, ഫിഡിലിറ്റി. ഓക്കെ, അടുത്തൊരു ടേം ആണ് ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. The image frequency is an undesired input frequency which is demodulated by the super heterodyne receivers along with the desired incoming signals. ഒരു ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഇൻകമിംഗ് സിഗ്നൽസിന്റെ കൂടെ വരുന്ന ഒരു എന്താ പറയുക ഒരു അൺഡിസൈഡ് ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. അതിനെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിമോഡുലേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ദിസ് റിസൾട്ട്സ് 2 സ്റ്റേഷൻസ് ബീങ് റിസീവ്ഡ് അറ്റ് ദ സെയിം സ്റ്റേഷൻ ദിസ് പ്രൊഡ്യൂസിംഗ് ഇന്റർഫിയർ. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ആക്ച്വലി ഇതൊരു അൺഡിസൈഡ് ഇൻപുട്ട് ഫ്രീക്വൻസിയാണ് അല്ലേ? ഈ ഫ്രീക്വൻസിനെ നമ്മൾ എന്താ പറയുന്നത്
ഡീമോഡുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 സ്റ്റേഷൻസ് അറ്റ് എ ടൈം സെയിം ടൈമിൽ സിഗ്നൽസ് റിസീവ് ചെയ്യാനുള്ള ചാൻസസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ പുവർ ഫ്രണ്ട് ആൻഡ് സെലക്ടിവിറ്റി ഓഫ് ദ RF സ്റ്റേജ്. RF സ്റ്റേജിൽ ഉണ്ടാവുന്ന പുവർ ഫ്രണ്ട് ആൻഡ് സെലക്ടിവിറ്റി കാരണമാണ് ഈ ഒരു ഇമേജ് ഫ്രീക്വൻസിയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. ഓക്കെ, a signal or image can be interfered with a super heterodyne receiver if fits the following equation. അപ്പോൾ ഈ താഴെ പറയുന്ന ഇക്വേഷൻ ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് സൂപ്പർ ഹെറ്ററോഡൈനെ ഇന്റർഫിയർ ചെയ്തു എന്ന് പറയാം നമുക്ക്. ദാറ്റ് ഈസ് ഇമേജ് ഇസ് ഈക്വൽ ടു സിഗ്നൽ പ്ലസ് ഓർ മൈനസ് 2 into IF ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനുണ്ട്. ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമേജ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിനെ ഇന്റർഫെയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഈ പറയുന്ന സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് ലോ സിഗ്നൽ ലെവൽ. The mixer provides fixed frequency operations. It provides excellent selectivity and sensitivity. No variation in bandwidth. The bandwidth remains constant over the entire operating range. അപ്പോൾ നമ്മുടെ TRF-ന്റെ ആ ഒരു പറയുന്ന കുറേ ഡ്രോബാക്സിനെയൊക്കെ ഓവർകം ചെയ്യുന്നത് അതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഇവിടെ സൂപ്പർ ഹെറ്ററോഡൈനിൽ കിട്ടുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറോൾ സിസ്റ്റം കോസ്റ്റ് ഈസ് ഇൻക്രീസ്ഡ് ആസ് അഡീഷണൽ സർക്യൂട്ട്സ് ആർ യൂസ്ഡ്. അഡീഷണൽ സർക്യൂട്ട്സുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ടെലിവിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റേഡിയോ റിസീവർ, കൊമേഴ്ഷ്യൽ റേഡിയോസ്. സോ ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദി AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മൊഡ്യൂൾ 6 പാർട്ട് ബി ചോദിച്ചിരുന്ന റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മൊഡ്യൂൾ 5 and 6 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു 4 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.